ബാക്ക് ടു ECVS അക്കാഡമി ഹൈബ്രിഡ് സെഷന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെഷൻ ആണ്. ഇന്ന് നമ്മുടെ വീഡിയോയുടെ പാർട്ട് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ പാർട്ട് 1 കണ്ടിട്ട് വരിക. നമ്മുടെ പ്ലേലിസ്റ്റിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വരിക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കൈവശം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രിന്റ് ഔട്ടും ആൻസർ കീയുടെ ഒരു പ്രിന്റ് ഔട്ടും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനോടൊപ്പം നിങ്ങൾക്ക് നോട്ട്സ് എടുക്കാനായിട്ടുള്ള ഒരു നോട്ടും കൂടി തയ്യാറാക്കി വെച്ചിരിക്കുക. അപ്പോൾ വീഡിയോ കണ്ട് തറവാക്കി പഠിക്കാം, ഫുൾ മാർക്ക് നേടാം. ഫുൾ A+ന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് 3 മാർക്കിന്റെ സെഷൻ ആണ്. 3 മാർക്കിന്റെ സെഷനിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ, 23rd ക്വസ്റ്റ്യൻ. അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ഈ വീഡിയോ കാണുക. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നമുക്ക് ഇനിയും പറയാനുള്ളത്. ഇപ്പം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏതൊക്കെ സീരീസ് ഓഫ് വേവ്സ് വരുന്നുണ്ട്, റേഡിയോ വരുന്നുണ്ട്, മൈക്രോ വരുന്നുണ്ട്, ഇൻഫ്രാറെഡ് വരുന്നുണ്ട് അല്ലെ. നമ്മളൊരു കോഡൊക്കെ പറഞ്ഞിരുന്നു, RMI, LEX, G. അപ്പൊ അതിൽ ഓരോന്നിന്റെയും പേര് പഠിച്ചിരിക്കുക, ഏകദേശം റേഞ്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. ഫ്രീക്വൻസി കൂടിയത് ആരാണ്, കുറഞ്ഞത് ആരാണ്, വേവ് ലെങ്ത് കൂടിയത് ആരാണ്, കുറഞ്ഞത് ആരാണ്, ഇതിലെ ഓരോന്നിന്റെയും ഉപയോഗങ്ങൾ പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഇതിനു മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും 23ാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആൻസർ കീയിൽ അതിന്റെ ഡീറ്റെയിൽഡ് ആൻസർ ഉണ്ട്. ഞാൻ നേരെ 24ലേക്ക് പോകുന്നു. ഡിറൈവ് ഇക്വേഷൻ ഫോർ മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ ടു സോളിനോയിഡ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഇപ്പോൾ നമുക്ക് എടുത്തു പറയാനായിട്ട് ഒരു 3 ഡെറിവേഷൻസ് ഉണ്ട്. സെൽഫ് ഇൻഡക്ഷന്റെ ഡെറിവേഷൻ ഉണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഡെറിവേഷൻ ഉണ്ട്, ഇൻഡക്ടൻസ് ഈ ഇൻഡക്ടറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ ഡെറിവേഷനും ഉണ്ട്. ഈ 3 ഡെറിവേഷനും ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഇപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ബിറ്റ്വീൻ 2 കോയിൽസ് ആണ്. അപ്പൊ അവിടെ നമുക്ക് 2 കോയിൽസ് ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ ഡെറിവേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അപ്പൊ ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ 2 സോളിനോയിഡ് കാണാൻ പറ്റും. സോളിനോയിഡ് റെഡിൽ കൊടുത്തിരിക്കുന്ന ഒരു സോളിനോയിഡും ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ സോളിനോയിഡും. ഇതിൽ ഞാൻ രണ്ടാമത്തെ ഈ വലിയ സോളിനോയിഡ് കൂടി കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. കറണ്ട് നമ്മൾ അതിന്റെ രണ്ടാമത്തേതിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പൊ രണ്ടാമത്തേതിലൂടെ പാസ് ചെയ്യുമ്പോൾ, വലിയ കോയിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുമ്പോൾ അത് സർക്കുലേറ്റ് ചെയ്ത് പോണത് കൊണ്ട് തന്നെ അത് ചേഞ്ചിങ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈ രണ്ടാമത്തെ ചുവന്ന കോയിലില് അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് സംഭവം. അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷന്റെ. അപ്പൊ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാനുള്ളത് ഇതിന്റെ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ ഇക്വേഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടിയാണ് അല്ലെ, പ്രോപ്പർട്ടിയാണ്. അതൊരു ഫിനോമിനൻ അല്ല, അതൊരു പ്രോപ്പർട്ടിയാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ഫിനോമിനൻ. അപ്പോൾ നടക്കുന്ന പ്രോസസ്സ് മ്യൂച്വൽ ഇൻഡക്ഷനും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരുന്ന പ്രോപ്പർട്ടി മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ്. മ്യൂച്വൽ ഇൻഡക്ടൻസ് എപ്പോഴും 2 കോയിലിനെ കമ്പയർ ചെയ്തേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിവിടെ കൺസിഡർ 2 സോളിനോയിഡ്സ് ഓഫ് റേഡിയസ് R1 ആൻഡ് R2. അതേപോലെ ലെങ്ത്, അതിന്റെ ടോട്ടൽ ലെങ്ത് L ആണ്. നമ്മളിവിടെ ഒരു സംഭവം പഠിക്കും, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്ന ഒരു കൊച്ചി N-ന്റെ കാര്യം പഠിക്കും. ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ലെങ്ത്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത്, അതാണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു യൂണിറ്റ് ലെങ്തിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്നുള്ളതാണ് ഈ ഇക്വേഷനും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ഇക്വേഷൻസ് മാത്രം യൂസ് ചെയ്ത്, കീ ഇക്വേഷൻസ് മാത്രം യൂസ് ചെയ്ത് നമുക്ക് ഡെറിവേഷൻ സ്റ്റഡി ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എഴുതുന്നത് ഫ്ലക്സ് ഫൈയുടെ ബേസിക് ഇക്വേഷൻ ആണ്. ഫ്ലക്സ് ഫൈക്ക് നമ്മൾ ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണെന്ന് പഠിക്കും. കറണ്ട് കൂടുന്നതനുസരിച്ച്, നമ്മൾ കയറ്റി വിടുന്ന കറണ്ട് കൂടുന്നതനുസരിച്ച് ഇവിടുത്തെ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സും കൂടും. അപ്പൊ അത് നമ്മൾ പ്രൊപ്പോർഷണലാക്കി, കറണ്ട് ആക്കി പ്രൊപ്പോർഷണലാക്കി ഒക്കെ എടുക്കുമ്പോൾ പ്രൊപ്പോർഷണലാക്കി മാറ്റി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കും. അതായത് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് ഫസ്റ്റ് കോയിൽ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ്, അങ്ങനെയൊക്കെയാണ് മ്യൂച്വൽ ഇൻഡക്ടൻസിനെ പറയുന്നത്. കമ്പയർ ചെയ്താണ് പറയുന്നത്. അപ്പൊ ഫൈ ഈസ് ഈക്വൽ ടു M12. ഞാൻ കറണ്ട് കയറ്റി വിട്ടത് ഏത് സോളിനോയിഡിലാണ്? രണ്ടാമത്തതിലല്ലേ. അപ്പൊ അതുകൊണ്ട് കറണ്ട് എന്തുകൊടുക്കുക? I2. അപ്പൊ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു M12 into I2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, രണ്ടാമത് നമുക്ക് ഫ്ലക്സിന് ഇനിയും ഇക്വേഷൻ എടുക്കണം, അതിനുശേഷം അത് ഇക്വേറ്റ് ചെയ്യണം. അതിനൊരു മെക്കാനിസം പഠിച്ചു വെച്ചിരിക്കുക. അപ്പം ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു M12 I2. അടുത്ത രണ്ടാമത്തെ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോണത് ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു BAN എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. BAN എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, ഏരിയ, പിന്നെ നമ്പർ ഓഫ് ടേൺസ്. ഫ്ലക്സ് ഇസ് ഈക്വൽ ടു BA cos θ അല്ലെ BDS cos θ എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പഠിക്കുന്നുണ്ട്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡിനെ ഏരിയ ആയിട്ട് ഇൻഡ് ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് ഫ്ലക്സ് കിട്ടുന്നത്. അതിൽ നമ്പർ ഓഫ് ടേൺസ് ഒരുപാടുണ്ടെങ്കിൽ എന്നെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം B into A into En. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, ഫ്ലക്സ് ഫൈയുടെ ഇക്വേഷൻ BAN ആണെന്ന് ഓർക്കാൻ ഒരു കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ പുതിയ ടൈപ്പ് ഫ്ലക്സുകളൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. ഫ്ലക്സുകൾ ഇടയ്ക്ക് ഒരു ബാൻ വന്നായിരുന്നു. അപ്പൊ അങ്ങനെ ഫ്ലക്സുകൾ വെക്കാൻ പാടില്ല, തുണിയിൽ മാത്രമേ എഴുതി വെക്കാവുള്ളൂ എന്നൊക്കെ ഇലക്ഷൻ ടൈമിൽ നമ്മുടെ കോളേജുകളിലൊക്കെ ഒരു റൂൾ വെക്കാറുണ്ട്. അപ്പൊ അതോർത്ത് ഫ്ലക്സ് ബാൻ ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക. ഫ്ലക്സ് ഫൈയുടെ ഇക്വേഷൻ BAN.
ഓക്കെ, അതിൽ ഈ ബി എന്ന് പറയുന്നത് ബി ടു എന്ന് ഞാൻ നോട്ടേറ്റ് ചെയ്യാം. ബി എന്ന് പറയുന്നത് ബി ടു, കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ടാകുന്നത് ആർക്കാണ്? കറണ്ട് കയറ്റി വിട്ടത് സെക്കൻഡ് കോയിലാണ്. അപ്പൊ ബി ടു എന്ന് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ ഏരിയ ഫ്ലക്സ് വന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടിയ ഫ്ലക്സ് ആണ് നമ്മൾ ഡെറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏരിയ അതിൻ്റെതാണ്, നമ്പർ ഓഫ് ടേൺസും അതിൻ്റെതാണ്. ഈ ഇക്വേഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ബിക്ക് മാത്രം എന്തുണ്ടെന്ന് ഓർത്തേക്കുക, ബിക്ക് മാത്രം 2 ആണ്. അത് മാത്രം സെക്കൻഡ് കോയിൽ ഉണ്ടായതും ബാക്കി രണ്ടും ഫസ്റ്റ് കോയിലിന്റെ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബിക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. സോളിനോയിഡിൽ ബിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കും, μ0 ni. സോളിനോയിഡിന്റെ ബി മാഗ്നറ്റിക് ഫീൽഡ്, സോളിനോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിന് മുമ്പ് തന്നെ ഡെറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷൻ ആണ് ബി is equal to μ0 ni. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ആണ്, ഈ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. അപ്പൊ ഞാൻ ഇതിട്ട് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം ഈ ബി എടുത്ത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് നേരെ ഇവിടെ ആയിരിക്കും. ഓക്കെ, അത് ഞാൻ B2 എന്ന് മാർക്ക് ചെയ്യുന്നത് കൊണ്ട് μ0 കോൺസ്റ്റന്റ് ആണ്, n2 എന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. അതുപോലെ I നമുക്ക് I2 എന്നും മാർക്ക് ചെയ്യാം. അപ്പം B2 μ0 n2 I2 B μ0 ni. അപ്പൊ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ 3 ഉൾപ്പെടുത്തിയ 2 ഇക്വേഷൻ 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഈ B നൈസായിട്ട് എടുത്ത് സെക്കൻഡ് ഇക്വേഷൻ ഇടാൻ പോവാണ്. അപ്പൊ ഫ്ലക്സ് ഫൈ is equal to B2 പകരം നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, μ0 n2 I2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി അവിടെ ബാക്കിയുള്ളത് A1 ഉം N1 ആണ്. അപ്പൊ അത് അതേ കണക്ക് തന്നെ കൊടുക്കാം, നമുക്ക് A1 IN1. ഇനി നമുക്ക് ഇതും ഈ ഫസ്റ്റ് ഇക്വേഷനും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം, കാരണം ഈ രണ്ട് ഇക്വേഷന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ്സ് തമ്മിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എമ്മിന്റെ ഇക്വേഷൻ കിട്ടും. നമുക്ക് ഡെറൈവ് ചെയ്യാനുള്ളത് ആരെയാണ്? എമ്മിനെയാണ്. എമ്മിന്റെ ഇക്വേഷൻ ആണ് ഡെറൈവ് ചെയ്തെടുക്കാനുള്ളത്. അപ്പൊ ഞാൻ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള M12 I2 അതും ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇക്വേഷൻ നമ്പർ 4 റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള μ0 n2 I2 A1 N1 എന്ന് പറഞ്ഞ ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം I2 ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി M12 is equal to μ0 n2 A1 N1. ഇനി ചെറിയ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൂടി ചെയ്താൽ കംപ്ലീറ്റ് ആവും. നമുക്ക് ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരെയുള്ള ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്ത് വെക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ, ഇത് സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് ഏരിയ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ πr² ആയിരിക്കും. അപ്പൊ അത് വെച്ച് ഏരിയയുടെ ഇക്വേഷൻ കൊടുക്കാം. N1 എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ കൊച്ചി N1 is equal to ക്യാപിറ്റൽ N1 by L എന്ന് എടുത്തിട്ട് ആ L നമുക്ക് ഇവിടെ കൊടുത്ത് ചെയ്യാം. അപ്പൊ N1 is equal to കൊച്ചി N1 into L എന്ന് കിട്ടും. അപ്പൊ ഈ N1നെയും A1നെയും കൂടി ഇനി ഒന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതാണ്, M12 is equal to μ0 n2 πr1². πr1² എടുത്തത് A1 ആയതുകൊണ്ടാണ്. ഇനി N1 വരെയുള്ള ഇക്വേഷൻ നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചത് അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക, N1 L πr1² N1 L. ഒന്നുകൂടെ ഒന്ന് അടുക്കി എഴുതാണെന്നുണ്ടെങ്കിൽ M12 is equal to μ0 n1 n2 πr1² L എന്നൊരു ഇക്വേഷനിൽ വന്ന് നിൽക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഇക്വേഷൻ. ഇത് ഫ്രീ സ്പേസിലുള്ളതാണ്, ഇതിന്റെ ഇടയിൽ വേറെ വീഡിയോ ഒന്നുമില്ല. വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ ഒരു μr കൊണ്ട് ഇൻറ്റും കൂടെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടം വരെയുള്ള ഇക്വേഷൻ ആയാലും മതി. ഒരു മീഡിയം ഉണ്ടെങ്കിൽ μr into μ0 into n1 n2 πr1² L എന്ന് കിട്ടും. അപ്പൊ ഡെറിവേഷൻ നൈസ് ആയിട്ടൊന്ന് നോക്കി വയ്ക്കുക. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടി വന്ന 3 ഇക്വേഷൻസ് നോക്കുക, ഇക്വേറ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഏരിയയ്ക്കും നമ്പർ ഓഫ് ടേൺസിനും ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്ന് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് അതിന്റെ ഫുൾ മാർക്കും കിട്ടും. എഴുതുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ടു സോളിനോയിഡ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതുക. വി നോ ദാറ്റ് ഇതൊക്കെ ചേർത്തിട്ട് വേണം ആൻസർ ഒന്ന് എഴുതിയെടുക്കാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 25. നെയിം ദ പ്രിൻസിപ്പിൾ ഓഫ് AC ജനറേറ്റർ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ EMF ജനറേറ്റഡ്. അല്ലെ, അപ്പോ AC ജനറേറ്റർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കണം. AC ജനറേറ്ററിന്റെ പാർട്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആർമേച്ചർ, ഫീൽഡ് മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞ പാർട്സ് ഉണ്ട്, അതൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് AC ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെയാണ് അല്ലെ, ഇൻഡക്ഷൻ. എന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിളുകൾ കുറച്ചുണ്ട്, നമ്മൾ നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മെയിൻലി ഉത്തരം വരുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ചോക്ക് കോയിലിൻ്റെത് വരുമ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ആണ്, പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ജനറേറ്റർ, AC ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇതുപോലെ പല പല വർക്കിംഗ് പ്രിൻസിപ്പിളുകൾ പല ചാപ്റ്ററിലായിട്ട് വന്നു പോകുന്നുണ്ട്, അതെല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഉത്തരം സിമ്പിൾ ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ചെറിയ ഡെറിവേഷൻ ആണ്. നമ്മൾ ആ AC ജനറേറ്ററിൽ നിന്നും പുറത്തു വരുന്ന വോൾട്ടേജിന്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാം.
ഓക്കെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നേരെ നമ്മൾ ചാടുന്നത് എ സി എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ്. അപ്പൊ ഈ എ സി എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ വോൾട്ടേജിന്റെ ഇക്വേഷനിൽ നിന്നാണ്. ആ വോൾട്ടേജിന്റെ ഇക്വേഷൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ചാപ്റ്ററിന്റെ ക്ലൈമാക്സിൽ നിന്നാണ്. അപ്പോൾ ആ ഇക്വേഷനാണ് നമ്മളിപ്പോൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കുക, ഫ്ലക്സ് ഫൈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലക്സ് ഫൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി അല്ലെ, ബി മാഗ്നറ്റിക് ഫീൽഡ് ബി ഇൻറ്റു ഏരിയ എന്നാണ്. നമ്പർ ഓഫ് ടേൺസ് എൻ. അപ്പൊ ഫ്ലക്സ് ഫ്ലക്സ് ബാൻ ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ബി എ എൻ, മാഗ്നറ്റിക് ഫീൽഡ് ഏരിയ നമ്പർ ഓഫ് ടേൺസ്. അപ്പൊ ഞാൻ എടുക്കുകയാണ് നമ്പർ ഓഫ് ടേൺസ് തൽക്കാലത്തേക്ക് ഒരു എളുപ്പത്തിന് 1 ആയിരിക്കട്ടെ. അപ്പൊ ഫ്ലക്സ് 1 ആയിരിക്കുന്നു എന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് 1 ആയിരിക്കുന്നു ഞാൻ എടുക്കും. അപ്പം ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്ന് കിട്ടും. ബി ഇൻറ്റു എ, ബി ഡോട്ട് എ ആണ് യഥാർത്ഥ ഇക്വേഷൻ. നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ബി ഡി എസ് കോസ് തീറ്റ എന്നൊരു ഇക്വേഷൻ നമ്മൾ ഇതിന് മുമ്പ് പഠിക്കുന്നുണ്ട്. ഡി എസ് എന്ന് പറയുന്നത് ചെറിയ ഏരിയ ഡിനോട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മുടെ ഏരിയ നോക്കുക, ബി ഇൻറ്റു എ. ഇതിനുള്ള ഇക്വേഷൻ ബി എ കോസ് തീറ്റ, ഫ്ലക്സിന്റെ ഇക്വേഷൻ ബി എ കോസ് തീറ്റ. ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഡോട്ട് പ്രോഡക്റ്റ് ഒരു സ്കെയിലാർ പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ബി എ കോസ് തീറ്റ. ഇനി തീറ്റയെ ഒന്ന് മാറ്റി കൊടുക്കുക, ഫാരഡേസ് ലോ അപ്ലൈ ചെയ്യാം. ഇത്ര ആകുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ കിട്ടും. ഇതിൽ മാത്സ് കുറച്ച് കയറി വരും, ഡിഫറൻഷിയേഷൻ കയറി വരും. തൽക്കാലം ഇതിന് വേണ്ട മാത്സിന്റെ ആ ഒരു ഡിഫറൻഷ്യൽ റിസൾട്ട് മാത്രം നമുക്കൊന്ന് നോക്കാം. അപ്പോ തീറ്റ ആരാണെന്ന് ഓർക്കുക, ആംഗിൾ ആണ് അല്ലെ, ആംഗിൾ ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ഈ ആംഗിളിനെ നമ്മൾ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആംഗുലാർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ആണ്. ഇതിന്റെ തന്നെ റൊട്ടേഷണൽ അനലോഗ് ആണ് ഇത്. അപ്പോ ലീനിയർ വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് എക്സിന് പകരം ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ, ടൈമിന് പകരം എവിടെ ചെന്നാലും ടൈം തന്നെയാണ്. അപ്പം തീറ്റയുടെ ഇക്വേഷൻ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടും, ഒമേഗ ടി. ഓക്കെ, തീറ്റയുടെ ഇക്വേഷൻ ഒമേഗ ടി. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ബി എ കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഇനി നമുക്ക് ഫാരഡേസ് ലോ ഒന്ന് ഓർത്തു നോക്കാം. ഈ ക്വസ്റ്റിന് തന്നെ ഇതിനു മുമ്പേ ഫാരഡേസ് ലോ നമ്മൾ കണ്ടിരുന്നു. ഫാരഡേസ് ലോ എന്തായിരുന്നു? ഫാരഡേസ് ലോ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഉണ്ടായ ഇ എം എഫ്, അതിന്റെ ഇക്വേഷൻ മൈനസ് ഇ എൻ ഡി ഫൈ ബൈ ഡി ടി. ഞാൻ പറഞ്ഞു നമുക്ക് നമ്പർ ഓഫ് ടേൺസ് എത്ര എടുക്കാം, 1 എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇ എം എഫിന്റെ ഇക്വേഷൻ മൈനസ് ഡി ഫൈ ബൈ ഡി ടി. ഫൈയുടെ ഇക്വേഷൻ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഫൈയുടെ ഇക്വേഷൻ ഞാൻ എടുത്തു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇത്രയുള്ള പരിപാടി. അപ്പൊ ഞാൻ അത് ചെയ്യാൻ പോവാണ്. ആ ഫൈയുടെ ഇക്വേഷൻ ഞാൻ അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡി ബൈ ഡി ടി ഓഫ്, നമുക്ക് ഫൈക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ബി എ കോസ് ഒമേഗ ടി, ബി എ കോസ് ഒമേഗ ടി. സാധാരണ ഡിഫറൻഷിയേഷനിൽ നമ്മൾ കോൺസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അവരെടുത്ത് പുറത്ത് കളയും. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നില്ല, ആർമേച്ചർ കോയിൽ നിന്നും മാറ്റമില്ല, മാഗ്നറ്റിക് ഫീൽഡ് മാറ്റുന്നില്ല, ഏരിയ അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കോൺസ്റ്റന്റുകളാണ്. പിന്നെ ഇവിടെ ടൈമിനെ ഡിപെൻഡ് ചെയ്ത് മാറുന്ന ഒരു ക്വാണ്ടിറ്റി ഉള്ളൂ, അത് ഒമേഗ ടി ഉള്ള കോസ് ഒമേഗ ടി ആണ്. അപ്പൊ നമ്മൾ ഈ ബി എ ഇനി പുറത്തിറക്കി കഴിഞ്ഞാൽ മൈനസ് ബി എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതുവരെ ഓക്കെയാണ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് നീങ്ങുകയാണ്, ഇങ്ങോട്ട് എഴുതാണ്. അപ്പൊ ബി ഇൻറ്റു എ ഇൻറ്റു കോസ് ഒമേഗ ടി. കോസിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, ഞാൻ ഈ സൈഡിലോട്ട് എഴുതാണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ഈ മൈനസ് സൈൻ എക്സ് കോസ് 2x ആവുമ്പോൾ എങ്ങനെ വരും എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നമ്മളെല്ലാം ഡിഫറൻഷിയേഷൻ +1 പഠിച്ചിട്ടുണ്ട്, ഇപ്പം +2 പഠിക്കുന്നുണ്ട്, ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പൊ മാത്സിന്റെ ഓർക്കുക, കോസ് 2xന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ 2x, പിന്നെ 2xന്റെ ഡെറിവേറ്റീവ് 2. അപ്പൊ അത്രയും വരും, മൈനസ് സൈൻ 2x ഇൻറ്റു 2 എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലോട്ട് വരും. ഇതേപോലെ നമ്മൾ കോസ് ഒമേഗ ടിയെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി എന്ത് വരും, മൈനസ് സൈൻ ഒമേഗ ടി. ഓക്കെ, ഇൻറ്റു ഇനി ഒമേഗ ടി ഉള്ളത് ഒമേഗ. അത് മനസ്സിലാക്കുക, അത് നമ്മൾ മാത്സിൽ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ആ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫൈനൽ ഇക്വേഷൻ ഇപ്പൊ കിട്ടും. ഇ എം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ഇൻറ്റു എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ഒമേഗ ടി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്, സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ. ആ ഒമേഗ എടുത്ത് ഫ്രണ്ട് ഇടാം, മൈനസ് ബി എ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. അപ്പൊ ഇ എം എഫിന്റെ ഇക്വേഷൻ, ലാസ്റ്റ് ഇക്വേഷൻ നമ്മൾ ആദ്യം എടുത്തിരുന്നു, നമ്പർ ഓഫ് ടേൺസ് 1 ആണെന്ന് എടുത്തിരുന്നു. ആ നമ്പർ ഓഫ് ടേൺസ് ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്, 1 അല്ല, ഒരുപാട് കോയിൽസ് ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായി, മൈനസ് എൻ ബി എ ഒമേഗ
സൈൻ ഒമേഗ ടി. നമ്മൾ ഈ കോൺസ്റ്റന്റുകളെ എല്ലാം കൂടെ ഈ നോക്കി ഇങ്ങോട്ട് നോക്കി ഇവരെല്ലാവരും കോൺസ്റ്റന്റ്സ് ആണ്, ഇവരെല്ലാവരും കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ അതിനെ നമ്മൾ മാറ്റാണ്. അതിനെ മാറ്റി ഇ എം എഫ് ഇസ് ഈക്വൽ ടു ഈ ഇവിടെ ഒരു നെഗറ്റീവ് കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, വിട്ടുപോയി. ആ നെഗറ്റീവ് നമുക്ക് ഫ്രണ്ടിലുള്ള നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ആ സൈനിങ് പോയി. ബി എൻ എ ബി ഒമേഗ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി മാറ്റി ഈ സീറോ ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഈസ് ഈക്വൽ ടു ഈ സീറോ സൈൻ ഒമേഗ ടി. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. എ സി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി എന്നാണ്. അപ്പൊ ആ ഇക്വേഷൻ ഉണ്ടായതെല്ലാം ഇവിടെ നിന്നാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു എ സി ജനറേറ്ററിന്റെ ഔട്ട്പുട്ടിലുള്ള ഇ എം എഫിന്റെ ഈക്വേഷൻ. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഡെറിവേഷൻ ഒന്ന് ബാക്കപ്പ് നോക്കി കാണുക. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടുവെക്കുക. വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ഇതിലെ കീ പോയിന്റ്സ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഒന്ന് ഓർത്തിച്ചിരിക്കുക. അതായത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്ത് തരുന്ന സ്റ്റെപ്പുകൾ, അതിലൊന്ന് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നുള്ളതും, അതുപോലെ ഫാരഡേസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നതും, അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് ഫൈനൽ ഇക്വേഷൻ എഴുതുന്നതും, ഇതൊക്കെയാണ് ഇതിനകത്ത് കീ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉള്ള ഒരു സൈഡിൽ ഇതേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സൈഡിൽ കുറിച്ചിട്ടിരിക്കുക. അത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, സമയം കളയുന്നില്ല, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. 26ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പ്രിസമാണ്. പ്രിസം റേ ഒപ്റ്റിക്സിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിസത്തിലൂടെയുള്ള റിഫ്രാക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഫൈനലി നമുക്ക് കിട്ടുന്ന അതിന്റെ റിസൾട്ടും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. കാരണം എക്സ്പെരിമെന്റ് +2 ലാബിൽ നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റും കൂടിയാണ് പ്രിസം. അപ്പൊ പ്രിസത്തിന്റെ ഡെറിവേഷൻ തീർച്ചയായിട്ടും പഠിച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, അപ്പൊ പ്രിസത്തിന്റെ ഡെറിവേഷൻ ഞാൻ എന്റേതായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് കീ പോയിന്റ്സ് വരും, നമ്മൾ ആ കീ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് ഒരു മെക്കാനിസം ഉണ്ട്, ആ മെക്കാനിസം പഠിച്ചതിന് ശേഷം ഡെറിവേഷൻ പഠിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ ഈ പ്രിസത്തിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, എങ്കിലും നമ്മളത് മെക്കാനിസം യൂസ് ചെയ്ത് തന്നെ പഠിക്കും. ഓക്കെ, അപ്പൊ ഫിഗർ നോക്കുക. ഒരു പ്രിസത്തിന്റെ ഫിഗർ ഇവിടെ ഉണ്ട്. ഇതിലെ ആംഗിൾ എ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നതാണ് പ്രിസത്തിന്റെ ആംഗിൾ, പ്രിസം ആംഗിൾ എ. അപ്പൊ ഒരു ലൈറ്റ് വരുന്നു, ലൈറ്റ് വന്ന് ഇടിക്കുന്നു, പ്രിസത്തിൽ കയറുന്നു. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് അത് കൂടുതലാണ് അല്ലെ, എയറിനെ കാട്ടി. ഇവിടെ എയർ ആണ്, ഇവിടെ എയർ ആണ്, ഇവിടെ ഗ്ലാസ് ആണ്. പ്രിസത്തിലുള്ള ഗ്ലാസിന്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഗ്ലാസ് ആണ്. അപ്പൊ ഇതേപോലെ ഇൻസിഡന്റ് റേ വന്ന് ഇടിക്കുന്നു. ഇൻസിഡന്റ് റേ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്തുണ്ടാവും? ഒരു നോർമൽ ഉണ്ടാവും, ഒരു പെർപെൻഡിക്കുലർ ഉണ്ടാവും, ഒരു നോർമൽ ഉണ്ടാവും. അതേപോലെ ആ റേ അവിടെ നിന്ന് ഇടിച്ചത് ഇവിടെ വന്നിരിക്കുന്നു, അടുത്ത ഇടി നടന്നു. ആ ഇടി നടന്ന് ഡീവിയേറ്റ് ചെയ്യുന്നിടത്ത് അടുത്ത നോർമൽ ഉണ്ടാവും. അടുത്ത നോർമൽ ഇതായി പെർപെൻഡിക്കുലർ അവിടെ എന്താ ഇങ്ങനെ ഇരിക്കുന്നു. അത് ഞാനൊന്ന് നീട്ടി വന്നപ്പോൾ ഇവിടെ വെച്ചത് കൂട്ടിമുട്ടി. ഓക്കെ, ഒരു കാര്യം കൂടി നമ്മൾ ഫിഗറിൽ നോട്ട് ചെയ്ത് വരയ്ക്കാനുണ്ട്. ഈ റേ ഇതേപോലെ ഡീവിയേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിലോ അപ്പൊ അതിങ്ങനെ പോയേനെ. അതേപോലെ ഈ റേ ഡീവിയേറ്റ് ഒന്നും ചെയ്യാതെ വന്ന ഏതോ റേയുടെ ആയിരുന്നെങ്കിലോ അപ്പൊ നമ്മൾ ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും, ദാറ്റ് ഈസ് ഡെൽറ്റ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കി ചെയ്യുക. ഈ പോയിന്റ് ഈ ഒരു ജംഗ്ഷൻ ഞാൻ ഒരു പേര് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് എം എന്ന് കൊടുക്കാം. ഇവിടെ നമുക്കൊരു പോയിന്റ് കൊടുക്കാം, ഒ കൊടുക്കാം. ഇവിടെ നമുക്കൊരു പോയിന്റ് കൊടുക്കാം, എൻ കൊടുക്കാം. പിന്നെ നമ്മൾ ആംഗിളുകൾ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആംഗിളുകൾ കറക്റ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാനായിട്ട് പഠിക്കണം. ഫിഗർ ഒന്നും കാണാപ്പാടൊന്നും പഠിക്കരുത്. ആംഗിൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇൻസിഡന്റ് റേയും നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അത് ഫസ്റ്റ് ഇന്റർഫേസിൽ നമ്മൾ I1 എന്ന് മാർക്ക് ചെയ്യും. അപ്പൊ അത് എവിടെ മാർക്ക് ചെയ്യും? അതാണ് നോർമൽ, ഇതാണ് നോർമലും ഇൻസിഡന്റ് റേയും തമ്മിൽ മേക്ക് ചെയ്ത ആംഗിൾ I1 ആണ്. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി R1 ഇതിന്റെ റിഫ്രാക്ഷൻ ആംഗിൾ എവിടെ മാർക്ക് ചെയ്യും നമ്മൾ? അതും ഇതുപോലെ തന്നെ നോർമലിനും ഏതിനും ഇടയ്ക്കാണ്, നോർമലിനും റിഫ്രാക്ട് ചെയ്ത ആംഗിളിനും ഇടയ്ക്കാണ്. അപ്പൊ അത് R1. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ആ റേ നേരെ ചെന്ന് ഇടിക്കുന്നുണ്ട്, അവിടെ വീണ്ടും ഒരു ആംഗിൾ ഫോം ചെയ്യും അല്ലെ, നോർമലായിട്ട് ഒരു ആംഗിൾ ഫോം ചെയ്തു. അതെന്താണ്? I1. നമ്മൾ പഠിച്ച ഐഡിയ അനുസരിച്ചുള്ള മാർക്കിങ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ ഉള്ളതുപോലുള്ള മാർക്കിംഗ് അല്ലേ, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഐഡിയ വെച്ചിട്ടുള്ള ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ R1. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന റേയുമായിട്ട് രണ്ടാമത് പോണ ആംഗിൾ R2. ഓക്കെ, ഫിഗർ കംപ്ലീറ്റ് ആയിട്ടില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ ഫിഗർ കിടിലോട്ട് പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു പോയിന്റ്, ഈ ഒരു ആംഗിളും നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ആ ആംഗിൾ എത്ര വരുമെന്നൊന്ന് കണക്കൂട്ടി നോക്കാം. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിളുകൾ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് 30 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും ഓപ്പോസിറ്റ് ആംഗിൾ വരുമ്പോൾ 30 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇവിടെ I1 ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ I1 ആയിരിക്കും. പക്ഷെ അതിൽ ഇത്രയും ഭാഗം R1 പോയി, ബാക്കി ഇവിടെ എത്രയേ ഉള്ളൂ? ബാക്കി I1 മൈനസ് R1 വന്നിട്ടുള്ളൂ. അപ്പൊ ആ സംഭവം കത്താത്ത കുട്ടികൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്ന് കണ്ടു നോക്ക്. ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ I1 ആണ്, ഓപ്പോസിറ്റ് ടോട്ടൽ ആംഗിൾ I1 ആണ്. അതിൽ R1 പോയി, ബാക്കിയുള്ള ഭാഗം I1 മൈനസ് R1.
ഇതേപോലെ തന്നെ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ R1 ആണ്. അപ്പൊ ഇപ്പുറത്തെ സൈഡിലും ടോട്ടൽ ആംഗിൾ R2 ആണ്. അപ്പൊ ഇപ്പുറത്തെ സൈഡിലെ ടോട്ടൽ ആംഗിളും R2 ആണ്. അതിന് എത്ര ഭാഗം പോയി? I1 പോയി. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് വെച്ചാൽ അത് R2 മൈനസ് I1 ആണ്. അപ്പൊ ഈ നമ്മളെ ഫിഗറിലുള്ള പരിപാടികൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫിഗർ നിങ്ങൾ തീർച്ചയായിട്ടും കാണാപ്പാഠം പഠിക്കാൻ നിൽക്കരുത്. നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക, റേ വരയ്ക്കുക, ബാക്കിയൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ട അതേ ഓർഡർ തന്നെ നിങ്ങൾ ഒരു 2 വട്ടം വരച്ചു നോക്കുക. അത് സംഗതി ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ മെക്കാനിസം പറയാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ മെക്കാനിസം പറയാൻ പോവാണ്. അപ്പൊ എല്ലാ ഡെറിവേഷൻസും നമുക്ക് ഫുൾ സ്റ്റെപ്പുകൾ കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ടി വരരുത്. എല്ലാത്തിനും ഒരു മെക്കാനിസം പഠിച്ചു വെച്ചേക്കുക. അതിലെ കീ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ഞാൻ മെക്കാനിസം പറയാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ആംഗിൾസം എഴുതുക. ഇതിനകത്തൊരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു ഇമ്പോർട്ടന്റ് ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, അതിൽ ആംഗിൾസം എഴുതുക. നമുക്കറിയാം ട്രയാങ്കിളിന്റെ ആംഗിൾ സം 180 ആണ്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഇതിൽ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ കാണാൻ പറ്റും. ഇതിൽ നമ്മൾ കാണുന്ന മെയിൻ ക്വാഡ്രിലാറ്ററൽ തന്നെയായിരിക്കും നമ്മുടെ മനസ്സിൽ ഇനി വരാൻ പോണത്. അപ്പൊ ആ ഒരു ക്വാഡ്രിലാറ്ററൽ എടുക്കുക, അതിന്റെ ആംഗിൾസം എഴുതുക. ഓക്കെ, ട്രയാങ്കിൾ എടുത്തു, ആംഗിൾസം എഴുതി, ക്വാഡ്രിലാറ്ററൽ എടുത്തു, ആംഗിൾസം എഴുതി. ആ സമയത്ത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് 2 ഇക്വേഷൻ ഒക്കെ കിട്ടും. അപ്പൊ ഇക്വേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇക്വേറ്റ് ചെയ്തതിനു ശേഷം നാലാമത് ഡെൽറ്റയുടെ ഇക്വേഷൻ എഴുതുക. ഡെൽറ്റ ആസ് എക്സ്റ്റീരിയർ ആംഗിൾ. ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഡെൽറ്റ എന്ന് പറയുന്നത് പുറത്തുള്ള ആംഗിൾ ആണ്. ഒരു ട്രയാങ്കിളിന് പുറത്തുള്ള ആംഗിൾ ആണ്, എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഡെൽറ്റയെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പില് നമ്മൾ ഈ ഡെൽറ്റ ഇട്ട് കൊടുത്തെടുത്ത് മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ ഇട്ട് കൊടുക്കുക. അത് എന്താണെന്നുള്ളത് ഞാൻ ഡെറിവേഷൻ ചെയ്യുമ്പോൾ പറയാം. ഇപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ആറാമത് മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് 2 ഇക്വേഷൻ കിട്ടും, ഐയും ആറും കിട്ടും. ആ ഐയും ആറും നമ്മൾ എടുത്ത് സ്നെൽസ് ലോയില് ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ആ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു. ഓക്കെ, അപ്പൊ മെക്കാനിസം ഒന്നുകൂടെ പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു, ആംഗിൾസം എടുക്കുന്നു. ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുന്നു, ആംഗിൾസം എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇക്വേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 ഇക്വേഷൻ കിട്ടുന്നു, നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡെൽറ്റ, നാലാമത്തെ സ്റ്റെപ്പില് ഡെൽറ്റ എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ട് നമുക്ക് എഴുതണം. അത് നമുക്ക് എഴുതാൻ ഡെറിവേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഓർക്കുക, ഡെൽറ്റയെ പറ്റി എഴുതുക എന്ന് ഓർക്കുക. അഞ്ചാമത്തെ സ്റ്റെപ്പിലെ മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യണമെന്ന് ഓർക്കണം. അപ്പൊ കണ്ടീഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ആറാമത്തെ സ്റ്റെപ്പോട് കൂടി നമുക്ക് ഡെറിവേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഐയും ആറും എടുത്ത് സ്നെൽസ് ലോയിൽ അപ്ലൈ ചെയ്യാം. സ്നെൽസ് ലോ എന്തായാലും അറിയിരിക്കണം. sin i by sin r is equal to n2 by n1. അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളതാണ്. അപ്പൊ ഈ മെക്കാനിസം യൂസ് ചെയ്ത് നമ്മൾ ആ ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്, പാർട്ടായിട്ട്. ഓരോ മെക്കാനിസത്തിലെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നമ്മൾ ആ സ്റ്റെപ്പിനെ ടിക്കിട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ആംഗിൾസം എടുക്കുക. അപ്പൊ നമ്മൾ ആംഗിൾസം എടുക്കാൻ പോകണം. ഏത് ട്രയാങ്കിള്? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രയാങ്കിള് ഈ ഒരു ട്രയാങ്കിൾ ആണെന്ന് ഓർത്തുക, MON. ഓക്കെ, MON. എല്ലാവർക്കും ട്രയാങ്കിൾ MON കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. MON, ആ ട്രയാങ്കിളിലെ ആംഗിളിന്റെ സം എടുക്കുക. ആ ട്രയാങ്കിളിലുള്ള ആംഗിളുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. ആ ട്രയാങ്കിളിലെ ആംഗിളുകൾ R1, I1, പിന്നെ ഒരു ആംഗിൾ Oയും കൂടി. ഓക്കെ, അവിടെ നമ്മൾ പേര് കൊടുത്തിട്ടില്ല. R1, I1, പിന്നെ Oയും കൂടി. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാണ്, R1 പ്ലസ് I1 പ്ലസ് ആംഗിൾ O is equal to 180. എന്റെ ഇക്വേഷൻ നമ്പർ 1 സെറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് പോവാണ്. ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുക, ആംഗിൾ സം എടുക്കുക. ഞാൻ എടുക്കാൻ പോകുന്ന ക്വാഡ്രിലാറ്ററൽ ഏതാണെന്ന് നോക്കിക്കോണം. AMON. അപ്പൊ ആദ്യം എടുത്തത് MON, അടുത്ത രണ്ടാമത് ഞാൻ എടുക്കാൻ പോകുന്നത് ANON. അതിലെയും ആംഗിൾ സം എടുക്കുക. അതിൽ ഏതൊക്കെ ആംഗിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പ്യൂർ ആയിട്ട് കാണാൻ പറ്റും. ആദ്യം തന്നെ ആംഗിൾ A ഉണ്ട്, പ്ലസ് പിന്നെ വരുന്ന ആംഗിൾ AMO ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആംഗിൾ AMO സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ വരച്ചേക്കുന്നത് നോർമൽ ആണ്. നോർമൽ വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ AMO എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. AMO is 90 ഡിഗ്രി. നെക്സ്റ്റ് വീണ്ടും അടുത്ത ആംഗിൾ AMON എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിലെ അടുത്ത ആംഗിൾ O ആണ്. അപ്പൊ നമ്മൾ ആംഗിൾ O എഴുതുന്നു, പ്ലസ് വീണ്ടും നമുക്ക് അടുത്ത ആംഗിൾ വരുന്നു ONA. വീണ്ടും അതെന്താണ്? നോർമൽ ആണ്, പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രി ആണ്. ഇസ് ഈക്വൽ ടു ക്വാഡ്രിലാറ്ററൽ ആംഗിളിന്റെ ഏറ്റവും കൂടുതൽ സം, എല്ലാ ആംഗിളിന്റെയും കൂടെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. 360 ഡിഗ്രി ഇക്വേഷൻ നമ്പർ 2 ആയിട്ടില്ല. നമുക്കിവിടെ 90 180 ആക്കാം. ആ 180 നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയാൽ 360 ആയിട്ട് മൈനസ് ചെയ്യാം. ആ സ്റ്റെപ്പ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഓർത്ത് വെച്ചിരിക്കുക. 360 ഇവിടെ ഉണ്ട്, 90 180 ഉണ്ട്. 180 അപ്പുറത്ത് കൊണ്ടുപോയാൽ 360 മൈനസ് ആയി, അപ്പുറത്ത് എന്തിട്ടാവും? 180 തന്നെ ബാക്കി കാണുള്ളൂ. ഇവിടെ പിന്നെ ആരൊക്കെയുണ്ട്? ആംഗിൾ A പ്ലസ് ആംഗിൾ O is equal to 180. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ,
അപ്പൊ ബാക്കി പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് മായ്ച്ചിട്ട് വരാം. അപ്പൊ ഞാനിതൊന്ന് മായ്ക്കാണ്. അപ്പൊ മെക്കാനിസം ഫുൾ ടൈം നമുക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ മെക്കാനിസം ഇവിടെ എഴുതിയിട്ടിട്ട് ഡെറിവേഷന്റെ പാർട്ടായിട്ട് ഞാൻ അത് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിന്റെ കൂടെ എഴുതി പോവാ, എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവാ. അപ്പോ നമുക്ക് കിട്ടിയ 2 ഇക്വേഷൻ അവിടെ ഉണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെ ഇക്വേഷൻസ് ആണ് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് 2 ഇക്വേഷന്റെ നമ്മളെ കയ്യിരിക്കുന്ന 2 ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 180 ആണ്. അപ്പൊ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ ഇക്വേറ്റ് ചെയ്യാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഒ ഇസ് ഈക്വൽ ടു 180 എന്നാണ് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയത് അല്ലെ. അപ്പൊ മറ്റേ ആ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എഴുതാം R1 പ്ലസ് I2 R1 പ്ലസ് I2 ആംഗിൾ എ പ്ലസ് ആംഗിൾ ഒ ഇസ് ഈക്വൽ ടു R1 പ്ലസ് I2 പ്ലസ് ആംഗിൾ ഒ. ആംഗിൾ ഒയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആംഗിൾ എ ഇസ് ഈക്വൽ ടു R1 പ്ലസ് I2. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഇക്വേറ്റ് ചെയ്യാനുള്ളത് ഇക്വേറ്റ് ചെയ്തു. നമ്മൾ അതിന്റെ പരിപാടിയിലുള്ള ഇക്വേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4ാമത്തെ മെക്കാനിസം ഡെൽറ്റ എഴുതുക, അതായത് എക്സ്റ്റീരിയർ ആംഗിൾ ആക്കി ഡെൽറ്റ എഴുതുക. ഒരു ഫിഗറിലേക്ക് വീണ്ടും തിരിച്ചു വരിക, ഒന്ന് സൂക്ഷിച്ച് നോക്കുക. ഡെൽറ്റ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഏത് ട്രയാംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്? ഞാൻ ഈ പോയിന്റിന് ജസ്റ്റ് MNOP എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ട്രയാംഗിൾ MPN കാണാൻ പറ്റുന്നുണ്ടോ? ട്രയാംഗിൾ MPN കണ്ടാൽ അതിൽ അറിയാൻ പറ്റും ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ ഈ ആംഗിൾ കിട്ടും. കാരണം എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്നാണ്. അപ്പൊ ഇത് എക്സ്റ്റീരിയർ ആംഗിൾ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇന്റീരിയർ ആംഗിൾസ് ആണ് ഇവർ രണ്ടും. അപ്പോ ഡെൽറ്റയെ നമുക്ക് അത് വെച്ച് എഴുതാൻ പറ്റും. ട്രയാംഗിൾ MPNലെ ഡെൽറ്റ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അതായത് നമ്മൾ വെച്ച ഫിഗറിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ I2 ആയിരുന്നു മാർക്ക് ചെയ്യേണ്ടത്. രണ്ടാമത് ഇൻസിഡന്റ് ചെയ്തത് എന്നുള്ള അർത്ഥമുള്ള I2 ആയിരുന്നു ഇവിടെ വരുന്നത്. അപ്പൊ അതനുസരിച്ച് ഇതും മാറും. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് മാറ്റിക്കോണം. അതൊന്ന് മാറ്റുക. ചിലരെങ്കിലും അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊന്ന് മാറ്റി എഴുതണം. ഓക്കെ, അപ്പൊ I2. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ വീണ്ടും എഴുതാണ്. I1 മൈനസ് R1 ഉണ്ട്. പിന്നെ R2 മൈനസ് I2. ഓക്കെ, R2 മൈനസ് I2 ആണ്. അപ്പം I1 നമുക്ക് വേണ്ടത് R1 ഉം I2 ആണ്. R1 ഉം I2 ഉം അടുത്തടുത്ത് വരട്ടെ. അപ്പൊ I1 പ്ലസ് R2 മൈനസ് R1 മൈനസ് I2 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് ഒരു മൈനസ് കോമൺ എടുക്കാൻ പറ്റിയാൽ അവിടെ ഒരു R1 പ്ലസ് I2 ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പൊ ഡെൽറ്റ ഇസ് ഈക്വൽ ടു I1 പ്ലസ് R2 മൈനസ് കോമൺ എടുത്താൽ R1 പ്ലസ് I2. എന്തിനായിരിക്കും ഞാനിപ്പോ അങ്ങനെ കോമൺ എടുത്തത്? അങ്ങനെ കോമൺ എടുക്കേണ്ട ഒരു ആവശ്യം അവിടെ എന്താണ്? അങ്ങനെ കോമൺ എടുത്താൽ നമുക്ക് ആ ഭാഗത്ത് ആംഗിൾ എ എന്ന് എഴുതാം. ഈ R1 പ്ലസ് I2 പകരം നമുക്ക് ഈ ആംഗിൾ എ എഴുതാന്നുള്ളത് ഓർക്കണം. അപ്പൊ ഞാൻ ഡെൽറ്റയുടെ ഫൈനൽ ഇക്വേഷൻ എഴുതാൻ പോവാണ്. അത് ഇങ്ങോട്ട് എഴുതാണ്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു I1 പ്ലസ് R2 മൈനസ് ആംഗിൾ എ. നമ്മുടെ ഇക്വേഷൻ നമ്പർ 4 റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡെൽറ്റ ഇസ് ഈക്വൽ ടു I1 പ്ലസ് R2 മൈനസ് ആംഗിൾ. ഇനിയുള്ള ഭാഗങ്ങൾ വളരെ എളുപ്പമാണ്. ഇനിയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡെൽറ്റയുടെ ഇക്വേഷൻ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത മിനിമം ഡിവിഷന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. IURഉം കിട്ടും. സ്നെൽസ് ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ നമുക്ക് ഇനി ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അത് ഏതൊക്കെ ഇക്വേഷനിൽ അപ്ലൈ എന്ന് വെച്ചാൽ ഇപ്പൊ കിട്ടിയ 3ലും ഇപ്പൊ കിട്ടിയ 4ലുമാണ് ഞാൻ അത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. 3ലും 4ലുമാണ് മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കിയേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട 2 ഇക്വേഷൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആംഗിൾ എയും ഡെൽറ്റയും. മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ ഇത് ഇങ്ങനെ ഓർത്ത് ചെയ്യുക. മിനിമം ഡീവിയേഷൻ മീൻസ് ഇവിടുത്തെ ഈ ഒടിവ്, ഞാൻ റേ വെച്ച് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഈ ഒടിവുണ്ടല്ലോ, ആ ഒടിവ് 100 ആണ്. അതായത് ഇപ്പൊ ഇങ്ങനെ വന്ന റേ ആണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ ഒടിവിരിപ്പുണ്ട്, അത് 100 ആണ്. ഡീവിയേഷൻ കുറയണം. ദാറ്റ് മീൻസ് ഇതാണ് ഡീവിയേഷൻ. ഇങ്ങനെ വന്നുകൊണ്ടാണ് ഡീവിയേഷൻ ഉണ്ടായത്. ഡീവിയേഷൻ മിനിമം ആവണം മീൻസ് ഇതേപോലെ ആവണം അല്ലെ. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെ ഈക്വൽ ആവണമെന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I1 ആർക്ക് ഈക്വൽ ആവും നോക്കുക. ഇത് രണ്ടും ഇങ്ങനെ ഒന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ I1 R2 ഈക്വൽ ആവും. കയറുന്ന ആംഗിളും ഇറങ്ങുന്ന ആംഗിളും സെയിം. അതായത് I1 R2 ഈക്വൽ. അപ്പൊ ഓർത്ത് വെച്ചേക്കുക I1 ബിക്കംസ് R2. ഇനി തിരിച്ചും കൂടെ ഒന്ന് എഴുതുക. അപ്പൊ I2 ബിക്കംസ് R1. ഓക്കെ, ഇതാണ് അപ്ലൈ മിനിമം ഡീവിയേഷൻ. അപ്ലൈ ദിസ്. അതിന്റെ കണ്ടീഷന്റെ പേരാണ് തോന്നുന്നത് മിനിമം ഡീവിയേഷൻ. അപ്ലൈ ദ കണ്ടീഷൻ ഫോർ മിനിമം ഡീവിയേഷൻ. പക്ഷേ നമ്മൾ ഇക്വേഷനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതല്ല ചെയ്യേണ്ടത്. ഇക്വേഷനെ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യം എന്നത് ഇങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ആംഗിൾ എ വരുന്ന ഇക്വേഷനിൽ രണ്ടും R ആയിട്ട് മാറും. അതായത് നമുക്ക് ഈ ഒരു കണ്ടീഷൻ എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനകത്ത് എന്തും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ഓർത്തേക്ക് ചെയ്യുക, I2 എന്നൊക്കെ വന്ന സാധനം ആംഗിൾ എയിൽ എല്ലാം എന്താക്കുക, R ആക്കുക. അതേപോലെ ഡെൽറ്റ വന്ന ഇക്വേഷനിലെല്ലാം എന്താക്കുക, I ആക്കുക. അപ്പൊ ആംഗിൾ എ വന്നിടത്തെല്ലാം R ആക്കുക, ഡെൽറ്റ വന്നിടത്തെല്ലാം I ആക്കുക. ഓക്കെ, അങ്ങനെ ആക്കി എഴുതുകയാണ്. അപ്പൊ ആംഗിൾ എ ഈസ് ഈക്വൽ ടു R പ്ലസ് ആർ എന്ന് കിട്ടും. R പ്ലസ് ആർ എന്ന് വെച്ചാൽ 2R. അപ്പൊ നമുക്ക് അതിൽ നിന്ന് R ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബൈ 2. ഓക്കെ, I കിട്ടുമെന്ന് പറഞ്ഞിരുന്നു, I കിട്ടി.
സോറി 6 കിട്ടുമെന്ന് പറഞ്ഞിരുന്നു, 6 കിട്ടി. ഇനി നമുക്ക് ഐ സെറ്റ് ചെയ്തെടുക്കണം. അത് അവിടെ നിന്നാണ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ രണ്ടും 6 കൊടുത്ത സ്ഥിതിക്ക് അവിടെ രണ്ടും എന്ത് കൊടുക്കുക, ഐ കൊടുക്കുക. അപ്പൊ അവിടെ രണ്ടും ഞാൻ ഐ കൊടുത്താൽ മിനിമം ഡീവിയേഷൻ ഡെൽറ്റ ഉണ്ടല്ലോ, ഡെൽറ്റയ്ക്ക് മിനിമം ഡീവിയേഷൻ ആയതുകൊണ്ട് ഞാൻ ഡി എം എന്ന് കൊടുക്കുക, മിനിമം ഡീവിയേഷൻ. അപ്പൊ ഡി എം എന്ന് കൊടുക്കുകയാണ്. അവിടുത്തെ ഐയും ആറും എല്ലാം എന്താ ആക്കുക, ഐ ആക്കുക. അപ്പൊ ഐ പ്ലസ് ഐ മൈനസ് ആംഗിൾ എ എന്ന് കിട്ടും. ആംഗിൾ ഐ ഇപ്പുറത്ത് വരട്ടെ. അപ്പൊ ഡി എം പ്ലസ് ആംഗിൾ എ ഇസ് ഈക്വൽ ടു 2i. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഡി എം പ്ലസ് ആംഗിൾ എ ബൈ 2. ഇപ്പൊ എനിക്ക് ഐയും കിട്ടി, ഐയും കിട്ടി, ആറും കിട്ടി. ഐയും കിട്ടി, ആറും കിട്ടിയാൽ നേരെ എങ്ങോട്ട് പോവാം, സ്നെൽസ് ലോയിലേക്ക് പോവാം. സ്നെൽസ് ലോയിൽ നിന്ന് ഇത് ഇട്ട് കൊടുക്കുന്നിടത്ത് ഡെറിവേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ ഡെറിവേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. സ്നെൽസ് ലോയിൽ അപ്ലൈ ചെയ്യാണ്. സ്നെൽസ് ലോ എന്താണ്, സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n2 ബൈ n1 എന്നാണ്. n2 ബൈ n1 നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, n21 എന്ന് എഴുതാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ ഐ കിടക്കുന്നിടത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഡി എം പ്ലസ് ആംഗിൾ എ ബൈ 2 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6 കിടക്കുന്നിടത്ത് എന്ത് കൊടുക്കുക, ആംഗിൾ എ ബൈ 2 കൊടുക്കുക. അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും, സൈൻ ആംഗിൾ എ പ്ലസ് ഡി എം ബൈ 2 ബൈ സൈൻ ആംഗിൾ എ ബൈ 2 ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n21. അപ്പൊ ഇതാണ് നമ്മളെ ഡെറിവേഷന്റെ കംപ്ലീറ്റ് ഫോം. നിങ്ങൾ പാർട്ടായിട്ട് പഠിക്കുക. നമ്മൾ വലിയ വലിയ ജോലികളൊക്കെ ചെറുതാക്കി ചെയ്യുന്നത് പോലെയാണ് മെക്കാനിസം പഠിക്കുക. നമ്മൾ മെക്കാനിസം ഒന്നുകൂടെ ഓർത്ത് നോക്കിയേ, ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ആംഗിൾസം എടുക്കുക. ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുക, ആംഗിൾസം എടുക്കുക. ഈക്വേറ്റ് ചെയ്യാനുള്ള ഈക്വേറ്റ് ചെയ്യുക, നമുക്കൊരു ഇക്വേഷൻ കിട്ടും, അവിടെ നിർത്തുക. അടുത്തത് ഡെൽറ്റ എഴുതുക, എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ട് എഴുതുക. അഞ്ചാമത് മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻ അപ്ലൈ. അപ്പൊ ഓർക്കുക, മിനിമം ഡീവിയേഷൻ ആവണമെങ്കിൽ കയറുന്ന ആംഗിൾ ഇറങ്ങുന്ന ആംഗിളിന് ഈക്വൽ ആവണം, I1 R2 ഈക്വൽ ആവണം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, മിനിമം ഡീവിയേഷന്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഇക്വേഷൻ. അതിനകത്ത് ചെറിയൊരു ഉടായ്പ പരിപാടി നമ്മൾ ചെയ്തായിരുന്നു. ആ എയുടെ ഇക്വേഷനെ മൊത്തം R ആക്കി, ഡെൽറ്റയുടെ ഇക്വേഷനെ മൊത്തം ഐ ആക്കി. അത് രണ്ടിൽ നിന്ന് നമ്മൾ ആറും ഐയും കണ്ടുപിടിച്ചു, അതെടുത്ത് സ്നെൽസ് ലോയിൽ ഇട്ടു. ഇത് ഇങ്ങനെ പഠിക്കുക. ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ ഇതേപോലെ മാത്രം പഠിക്കുക, അല്ലാതെ കംപ്ലീറ്റ് സ്റ്റെപ്പ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യരുത്. ഇതുപോലെ മെക്കാനിസം വെച്ച് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. മെക്കാനിസം ആണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 27ാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം എന്ന് കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അത് വേണ്ട. പ്രോബ്ലംസ് എല്ലാം നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലംസ് തന്നെയായിരിക്കും. നിങ്ങൾ ഇക്വേഷൻസ് എല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുക. Question number 27, if f is equal to 50 centimeter for a glass lens, then calculate its power. അപ്പൊ നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യണം. ആരുടെ പവർ ആണ്, ലെൻസിന്റെ പവർ ആണ്. പവറിന്റെ ഇക്വേഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. പവർ ഇസ് ഈക്വൽ ടു 1/f, where f is focal length in meters. അത് മാത്രം ഒന്ന് നോക്കി ചെയ്യുക. ഓക്കെ, ഫോക്കൽ ലെങ്ത് SI യൂണിറ്റ് എന്തിലായിരിക്കണം, മീറ്ററിലായിരിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് 50 സെന്റിമീറ്ററിലാണ്. അപ്പോഴാണ് പ്രശ്നമുള്ളത്. 50 സെന്റിമീറ്റർ മാറ്റുക, എത്രയാക്കുക, 50 × 10⁻²² മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 10⁻² കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാം. അഥവാ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാനായിട്ട്. അപ്പൊ പവർ ചോദിച്ചിട്ടുണ്ട്, നേരെ ഇട്ട് കൊടുക്കുക. പവർ ഇസ് ഈക്വൽ ടു 1/50 × 10⁻². നമുക്ക് ഉത്തരം കിട്ടും 2 ഡയോപ്റ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 1 ചോദിച്ചിരുന്നു പവറിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചിരുന്നു, ഡയോപ്റ്റർ ആണ്. അപ്പോ ഉത്തരം 2 ഡയോപ്റ്റർ. അപ്പൊ അതായിരുന്നു അടുത്ത ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഡിയൽ കർവേച്ചേഴ്സ് ഓഫ് ഫേസസ് ഓഫ് എ ഡബിൾ കോൺവെക്സ് ലെൻസ് ആർ 10 സെന്റിമീറ്റർ ആൻഡ് 15 സെന്റിമീറ്റർ. If the focal length is 12 centimeter, what is the refractive index of the glass lens? അപ്പൊ നമുക്ക് അവിടെ അറിയണമെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്ന നോക്കുക. ഒരു പ്രോബ്ലം എങ്ങനെ അറ്റൻഡ് ചെയ്യണോ എന്നുള്ളത് കാണും. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെ അറിയും, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതാണ് നോക്കാൻ പോകുന്നത്. ഈ ഇക്വേഷൻ നിങ്ങളിപ്പോ നോക്കണ്ട. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ കൈ കിട്ടി കഴിഞ്ഞാൽ ആദ്യം നോക്കും, ദ റേഡിയൽ ഓഫ് കർവേച്ചേഴ്സ് ഓഫ് ഫേസസ് ഓഫ് ഡബിൾ കോൺവെക്സ് ലെൻസ്. ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, അതായത് ഈ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇവിടെയും ഈ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഇവിടെയുമാണ്. അപ്പൊ എന്തായാലും 2 റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടെന്ന് മനസ്സിലായി, R2ഉം R1. ഓക്കെ, അപ്പൊ അതെന്തുകൊണ്ടാണ് ഇപ്പുറം അപ്പുറമായിട്ടെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ സർഫസിന്റെ അകത്തും ഈ സർഫസിന്റെ അപ്പുറത്ത് പുറത്തുമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ സൈൻ എടുക്കുമ്പോൾ മാറ്റി എടുക്കണമെന്ന് ആലോചിക്കുക. അപ്പൊ R1ഉം R2ഉം ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെന്താ ചോദിച്ചാൽ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് എന്തെന്ന് തന്നിട്ടുണ്ട്, 12 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. 12 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും R1ഉം R2ഉം Fഉം കമ്പൈൻ ചെയ്യുന്ന ഒരു ഇക്വേഷനെ നമ്മൾ പഠിക്കുന്നുള്ളൂ. അത് പഠിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കണമെന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞ് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നും കൂടി മനസ്സിലായാൽ കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ട സംഗതി N21 എന്ന് എഴുതിയേക്കുന്നതാണ്. ഇത് 4, അതായത് R1, R2, F, N21, ഇത് 4 കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ പ്രോബ്ലം വരുള്ളൂ, അത് ഈ ഇക്വേഷനാണ്. ഓക്കെ, ഇതിൽ നമ്മളെ കുഴപ്പിക്കാനായിട്ടുള്ളത്
ഈ സൈഡ് അപ്പുറം ഇപ്പുറം തിരിഞ്ഞു വരുന്നത് കൊണ്ട് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പുറത്തെ സൈഡിലുള്ളത് ഇങ്ങോട്ടുള്ളത് റൈറ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണല്ലോ മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പൊ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അറിയൂടാത്തവർ ആ റൂൾസ് പഠിക്കുക, ആ റൂൾസ് ക്ലിയർ ആയിട്ട് പഠിച്ച് വെച്ചേക്കുക. അതിന്റെ റൂൾസ് ഒക്കെ എഴുതാൻ വരെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വാല്യൂസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലുള്ള R2 R1 ആയിട്ട് എടുക്കുന്നത് 10 സെന്റിമീറ്ററും R2 15 ആണ്. അപ്പൊ നമുക്ക് R2 15 എന്നുള്ളത് -15 ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. 1/12 is equal to N21 നമുക്ക് അറിയത്തില്ല, N എന്ന് കൊടുക്കാം. N-1 into 1/R1. 1/R1 ഞാൻ 10 ആയിട്ട് എടുക്കുന്നു. -1/R2. R2 ഇപ്പുറത്ത് വന്നു, അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. -15. ഓക്കെ, ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യാം. 1/12 is equal to N-1 into 1/10 plus 1/15. ഇത് നിങ്ങൾ ക്രോസ് ചെയ്യുക, ഓപ്പൺ ആക്കുക, സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പ് എല്ലാം നമ്മുടെ ആൻസർ കീയിലുണ്ട്. ആൻസർ കീ നോക്കി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുക. നമുക്ക് എന്നിന്റെ വാല്യൂ അറൌണ്ട് 1.5 എന്ന് കിട്ടും. ഓക്കെ, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സാധാരണ 1.5 ആണ്. വാട്ടറിന്റെ 1.3 വരുന്നുണ്ട്. ഡയമണ്ടിന്റെ 2.42 വരുന്നുണ്ട്. എയറിന്റെ ഇത് 1 ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏകദേശം ആരുടെയാണ്? ഏതോ ടൈപ്പ് ഒരു ഗ്ലാസിന്റെ ആവണം. ഓക്കെ, ലെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര വരും? 1.5 അടുപ്പിച്ച് തന്നെ വരും. ഓർക്കുക, ഇതുപോലെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റണം. ചോദിച്ചേക്കുന്നത് എന്താണെന്ന് എഴുതാൻ പറ്റണം. അതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അത് അപ്ലൈ ചെയ്താൽ കണക്ട് ചെയ്താൽ മതി, നമുക്ക് അതിന്റെ മാർക്ക്. ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 28. Why IR rays are also called heat waves? അപ്പോ IR റേസ് ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. IR വേവ്സ് ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കാനുള്ള മെയിൻ കാരണം ഈ IR റേസ് വന്ന് വീഴുന്ന ബോഡി ഏതാണോ അത് ഹീറ്റ് ആവാൻ തുടങ്ങും. മാത്രമല്ല IR വേവ്സിനെ ഉണ്ടാക്കുന്നത് ഇതുപോലെ ഹോട്ട് ബോഡീസ് ആണ്. അതുകൊണ്ട് IR വേവ്സിന് നമുക്ക് എന്തെന്ന് പറയാം? ഹീറ്റ് വേവ്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൺക്ലൂഡ് ചെയ്ത് എഴുതാം. അതായത് ഈ വേവ്സ് വന്ന് വീഴുന്ന ബോഡിയുടെ ടെമ്പറേച്ചർ റൈസ് ആവുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിൽ വൈബ്രേഷൻസ്, ഈ ടെമ്പറേച്ചർ ഇൻക്രിമെന്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ IR റേസ് മെയിൻലി ജനറേറ്റ് ചെയ്യുന്നത് ഹോട്ട് ബോഡീസിൽ നിന്നാണ്. ഓക്കെ, ഒരു ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റേ ആണ്. അതുകൊണ്ടാണ് IR റേസിനെ ഹീറ്റ് വേവ്സ് എന്ന് വിളിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? റൈറ്റ് ഇറ്റ്സ് ഇക്വേഷൻ. അപ്പൊ അത് നമ്മൾ നേരത്തെ മാക്സ്വെല്ലിന്റെ മോഡിഫിക്കേഷൻ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 വീഡിയോയിൽ അതിന്റെ ആൻസർ ഉണ്ട്. നമ്മുടെ ആൻസർ കീയിലും അത് കൊടുത്തിട്ടുണ്ട്. റെഫർ ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തിന്റെ പ്രശ്നമുള്ളത് കാരണം ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. Question number 29. State Huygens principle. Explain refraction using Huygens principle. അപ്പൊ അത് നമുക്ക് പടമൊക്കെ വരച്ചൊന്ന് കളറാക്കി എടുക്കാനുണ്ട്. ഹൈജൻസ് പ്രിൻസിപ്പിൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക. ഹൈജൻസ് പ്രിൻസിപ്പിളിന്റെ അടിയിൽ വരുന്ന രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ഹൈജൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യുന്നതും ഹൈജൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യുന്നതും ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൈജൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാനാണ്. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നത്. അപ്പൊ ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിക്കുക. ആൻസർ കീയിൽ അതിന്റെ ഡെഫിനിഷൻസും അതിന്റെ ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. മെയിൻ കീ പോയിന്റ്സ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സോഴ്സ് ഉണ്ട്. നമ്മൾ വേവ്സ് ഫോം ചെയ്യണമെങ്കിൽ ആരുണ്ടാവണം? എന്തായാലും ഒരു സോഴ്സ് ഉണ്ടാവണം. ആ സോഴ്സിൽ നിന്നുള്ള ആദ്യത്തെ വേവ് ഫ്രണ്ട് നമ്മൾ എന്താണെന്ന് പഠിച്ചിരുന്നു. ഒരേ നിരപ്പിൽ ഒരേപോലെ പൊങ്ങുന്ന ഒരേ ഹൈറ്റിൽ ഒരേ വൈബ്രേഷനിൽ ഇരിക്കുന്ന എല്ലാ പോയിന്റ്സിനെയും കൂടെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലോക്കസ് ആണ് വേവ് ഫ്രണ്ട്. ആ ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പോൾ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും, ഈച്ച് പോയിന്റ് ഇൻ ദ പ്രൈമറി വേവ് ഫ്രണ്ട്, ഈ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആണ് പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോരോ പോയിന്റ്സും. അവരെന്തായിട്ട് ആക്ട് ചെയ്യുന്നത് കണ്ടോ? അവരെല്ലാം പുതിയ വേവ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോ ഈച്ച് പോയിന്റ് ഇൻ ദ പ്രൈമറി വേവ് ഫ്രണ്ട് ആക്ട് ആസ് സോഴ്സസ് സെൻഡിങ് ഔട്ട് സെക്കൻഡറി വേവ്ലെറ്റ്സ്. ഈ കുഞ്ഞു കുഞ്ഞു വേവ്സിനെ പറഞ്ഞ പേരാണ് വേവ്ലെറ്റുകൾ. ആ വേവ്ലെറ്റുകളെ വിടുന്ന സോഴ്സ് ആയിട്ട് പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ആക്ട് ചെയ്യും എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൈജൻസ് പ്രിൻസിപ്പിളിലെ മെയിൻ പോയിന്റ്. ഇനി ഇവരെല്ലാം മൂവ് ചെയ്യുന്നത് ഒറിജിനൽ വേവിന്റെ അതേ സ്പീഡിലായിരിക്കും. ദീസ് വേവ്ലെറ്റ്സ് വിൽ ട്രാവൽ വിത്ത് ദ സെയിം സ്പീഡ് ആസ് ദാറ്റ് ഓഫ് ദി ഒറിജിനൽ വേവ്. ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഹൈജൻസ് പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ആവും. ഇവർക്ക് നമ്മളൊരു കോമൺ ടാൻജന്റ് വരയ്ക്കുകയാണ്. ഈ എല്ലാ പുതിയതായിട്ട് വന്ന വേവ്ലെറ്റ്സിന്റെയും നമ്മളൊരു കോമൺ ടാൻജന്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഈ കോമൺ ടാൻജന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അടുത്ത വേവ് ഫ്രണ്ട് കിട്ടും. അടുത്ത വേവ് ഫ്രണ്ടിന്റെ പൊസിഷൻ കിട്ടും. ഇത് ജസ്റ്റ് ജോയിൻ ചെയ്താൽ വീണ്ടും കണ്ടോ അടുത്ത ഇതായിട്ട് മാറും. ഇനി അതിൽ ഓരോ പോയിന്റ് എന്താ ടാക്ട് ചെയ്യും? വീണ്ടും പുതിയ സോഴ്സ് ആവും, പുതിയ വേവ്ലെറ്റ്സ് വരും, വീണ്ടും കോമൺ ടാൻജന്റ് വരയ്ക്കുന്നു, അപ്പൊ വീണ്ടും അടുത്ത വേവ് ഫ്രണ്ട് കിട്ടും. ഇങ്ങനെയാണ് വേവിന്റെ
പ്രൊപ്പഗേഷൻ പോകുന്നു. ഇതാണ് ഹൈജൻസ് പ്രിൻസിപ്പിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങൾ: സോഴ്സ് കഴിഞ്ഞാൽ ആദ്യം പ്രൈമറി വേവ് ഫ്രണ്ട് ഉണ്ടാവും. പ്രൈമറി വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും പുതിയ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ആ പുതിയ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിലെ ഓരോ വേവ്ലെറ്റും ഒറിജിനൽ വേവിന്റെ അതേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതിന്റെ കൂടെ ലാസ്റ്റ് കോമൺ ടാൻജന്റ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ വേവ് ഫ്രണ്ടിന്റെ പൊസിഷൻ കിട്ടും. ഓക്കെ, ഇതാണ് അവിടുത്തെ പ്രത്യേകത. ആ ഡയലോഗ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുക. നമുക്കിനി ഇത് യൂസ് ചെയ്ത്, അല്ലെ ഹൈജൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് റിഫ്രാക്ഷൻ എങ്ങനെ പ്രൂവ് ചെയ്യാം എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, ഹൈജൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്താൽ നമ്മൾ ചെറിയ ഡെറിവേഷൻ ആണ്, വളരെ ചെറിയൊരു ഡെറിവേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയിരിക്കാം. നമ്മൾ മിനിമലിസ്റ്റിക് ആയിട്ടേ പഠിക്കുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് വാല്യൂസ് ഉള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഹൈജൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് റിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്തു വെച്ചു കൊടുക്കുക. 2 റിഫ്രാക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് വേണം? ഒരു റെയറർ മീഡിയം വേണം, ഒരു ഡെൻസർ മീഡിയം വേണം. റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആണോ ടുവേർഡ്സ് ദ നോർമൽ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. ഡ്രാഗൺ പറന്നുപോയി. ഡ്രാഗൺ, നമുക്ക് അതിലെ ഡ്രാഗ് ആണ് വേണ്ടത്. ഡ്രാഗൺ പറന്നു പോയി. ഡ്രാഗൺ എവേ പറന്നുപോയി. പറന്നുപോയി എന്ന് പറയുമ്പോൾ ദൂരെ പോയി. അപ്പൊ ഡ്രാഗൺ ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണെങ്കിൽ എവേ ആണ് എന്ന് ഓർത്തുവെച്ചേക്കുക. അപ്പൊ ഡ്രാഗൺ കേൾക്കുമ്പോൾ ഇനി ഓർമ്മ വരണം, പറന്നു പോയി, എവേ. അപ്പൊ ഡ്രാഗൺ ഡെൻസറിൽ നിന്ന് റെയറിലോട്ടാണെങ്കിൽ എവേ. അപ്പൊ ഇത് വെച്ച് നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് പറയാൻ പറ്റും. ഡെൻസറിൽ നിന്ന് റെയറിലാണെങ്കിൽ എവേ ആണെങ്കിൽ തിരിച്ച് റെയറിൽ നിന്ന് ഡെൻസറിലാവുമ്പോൾ ടുവേർഡ്സ്. എവയുടെ ഓപ്പോസിറ്റ് ടുവേർഡ്സ്. അപ്പം നോർമലിനോട് അടുത്ത് വരും. ഇങ്ങനെ പോവേണ്ടവൻ നോർമലിനോട് അടുത്ത് വരും. ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ആ ലൈറ്റ് റിഫ്രാക്ട് ചെയ്ത റേ നമ്മളിപ്പം വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തും ഉണ്ട്, ഞാൻ വരയ്ക്കുന്നില്ല തൽക്കാലം. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് ഈ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്യാം. ഈ പോയിന്റുകൾക്കൊക്കെ ഒരു പേര് കൊടുക്കണം. എ കൊടുക്കാം, ബി കൊടുക്കാം. ഇനി നമ്മൾ 2 പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. ഓക്കെ, ഇവര് ട്രാവൽ ചെയ്ത ആ ഡിസ്റ്റൻസ് സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. ഈ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടും ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടും പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കുക. ഈ ജംഗ്ഷനിൽ നിന്ന് ഞാൻ അങ്ങോട്ടൊരെണ്ണം വരയ്ക്കുന്നു, ആ ജംഗ്ഷനിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരെണ്ണം വരയ്ക്കുന്നു. ഓക്കെ, പെർപെൻഡിക്കുലേഴ്സ് വരച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ, ഇതാണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ. ഇനി നമുക്ക് ആംഗിളുകൾ കാണാൻ പറ്റും. എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് ഐ ആണ്, ഇത് 90 - I വരും. വീണ്ടും ഇത് എത്ര വരും നോക്കുക? ഐ വരും. താഴെ ആര് വരും നോക്കുക? R വരും. ഓക്കെ, ഈ 2 ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണ്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ലോ ഓഫ് റിഫ്രാക്ഷൻ ആണ്. പ്രൂവ് ചെയ്യേണ്ടതൊക്കെ എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു n21 എന്ന് വന്ന് നിൽക്കണം. ഇതാണ് എന്റെ ക്ലൈമാക്സ്. അതെനിക്ക് ഓൾറെഡി അറിയാം. അതവിടെ വെച്ചേക്കുക. ഇനി ഇവിടുത്തെ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൂലയ്ക്ക് ഒരു പേര് കൊടുക്കണം, സി. ഇവിടെ കൊടുക്കാൻ നമുക്ക് ഡി. ഓക്കെ, നിങ്ങൾ 2 ട്രയാങ്കിൾ കാണുന്നുണ്ടാവും. 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേ. ട്രയാങ്കിൾ 2 ട്രയാങ്കിൾ ഇവിടെ ഉള്ളൂ, അത് 2 തന്നെ കൺസിഡർ ചെയ്യാനും ഉള്ളൂ. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ഡി ബിയും. ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ എ ഡി ബിയും. ആദ്യത്തെ ട്രയാങ്കിളിൽ നിന്ന് കാണുമ്പോൾ അറിയാം നമുക്ക് എന്തെടുക്കാം? സൈൻ ഐ സിമ്പിൾ ആയിട്ട് എടുക്കാം. അതാണ് കിട്ടേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ വരണം. ഈ ട്രയാങ്കിളിൽ സൈൻ അപ്ലൈ ആണ്, സൈൻ ഐ. സൈൻ്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സൈൻ്റെ ഇക്വേഷൻ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഐയുടെ നേരെ ഓപ്പോസിറ്റ് ആരെന്ന് നോക്കിയേ? ബി സി ആണ്. ഓക്കെ, ബി സി ബൈ ഹൈപ്പോട്ടന്യൂസ് ആരാണെന്ന് വെച്ചാൽ അത് എ ബി ആണ്. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ എ ഡി ബിയിൽ ഇതേപോലെ തന്നെ ആരെ എടുക്കുക? സൈൻ ആർ എടുത്ത് വെച്ച് കൊടുക്കുക. സൈൻ ആർ എടുക്കുക. സൈൻ ആർ എടുത്താൽ അവിടെ ഓപ്പോസിറ്റ് ആരാന്ന് നോക്കിയേ? എ ഡി ആണ്. എ ഡി ബൈ വീണ്ടും ഹൈപ്പോട്ടന്യൂസ്, അവന്റെയും ഹൈപ്പോട്ടന്യൂസ് ഏത് തന്നെയാണ്? എ ബി തന്നെയാണ്. ഈ രണ്ടുപേരുടെയും ഹൈപ്പോട്ടന്യൂസ് എ ബി തന്നെയാണ്. കാരണം 90ക്ക് ഓപ്പോസിറ്റ് ഇവിടെയും 90ക്ക് ഓപ്പോസിറ്റ് ഇവിടെ നോക്കിയാലും രണ്ടും എ ബി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്ര ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം എന്ത് ചെയ്താൽ ഇതിങ്ങനെ കിട്ടും എന്ന് നമുക്കറിയാം. ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു, ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇനി 1 ഡിവൈഡഡ് ബൈ 2 കൊടുക്കും. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് അറിയാവുന്ന ആ ആൻസറിലോട്ട് വന്നെത്തി നിൽക്കണം. അപ്പോ ഇത് ഡിവൈഡ് ചെയ്ത് ഞാൻ ഇവിടെ എഴുതുകയാണ്. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇപ്പോഴേ സെറ്റ് ആയി. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ബി സി ബൈ എ ബി ബൈ എ ഡി ബൈ എ ബി. എ ബിയും കണ്ണും കൂട്ടി അങ്ങ് വെട്ടിപ്പോകും. ബാക്കി എന്താ പറയുക നോക്കിയേ? ബി സി ബൈ എ ഡി ആണ്. ബി സി ബൈ എ ഡി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് സി ബി, ഈ ബി സി എന്ന് പറയുന്നത് ഒരു തരം ഡിസ്റ്റൻസ് ആണ്, അല്ലെ? ഡിസ്റ്റൻസിനെ നമുക്ക് സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതാം. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതിനെ നമുക്ക് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. അപ്പൊ ഞാൻ അതിന് വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ള അർത്ഥത്തില് v1 ഇൻറ്റു ടി എന്ന് എഴുതാം. ഏത് ഡിസ്റ്റൻസിനെയാണ്? ബി സിയെ ഞാൻ ഡിനോട്ട് ചെയ്യുന്നതാണ്. എന്താണ്? v1 ഇൻറ്റു ടൈം ടി. അപ്പൊ എനിക്ക് ഇതേപോലെ എ ഡി എയും മാറ്റി എഴുതാം. അത് അടുത്ത മീഡിയത്തിലാണ്. അപ്പൊ വെലോസിറ്റി മാറും. v2 ഇൻറ്റു ടി. ഓക്കെ,
V2 ഇൻറ്റു ടി. അപ്പൊ അത് V1 ഇൻറ്റു ടി ഫസ്റ്റ് മീഡിയം ആയതുകൊണ്ട് ഇത് V2 ഇൻറ്റു ടി. അതെന്താണ് സംഭവം? നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ വെലോസിറ്റി ഇൻറ്റു ടൈം എന്നുള്ള രീതിയിൽ എഴുതിയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ ചെയ്യാൻ പോവാണ്. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു ബി സിക്ക് പകരം V1 ടി, മറ്റേതിന് പകരം V2 ടി. നമുക്കറിയാം ടിയും ടിയും വെട്ടിപ്പോകും. അപ്പൊ ഓർക്കുക, ഇനി ഈ ഇക്വേഷൻ നേരെ എങ്ങനെയാണ് ഈ ഇക്വേഷൻ ആവുക? അത് നമ്മൾക്ക് അറിയണം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V1 ബൈ V2 ആർക്ക് ഈക്വൽ ആണ്? N2 ബൈ N1 ഈക്വൽ ആണ്. V1 ബൈ V2 ആർക്ക് ഈക്വൽ ആണ്? N2 ബൈ N1 ഈക്വൽ ആണ്. അപ്പൊ അതെങ്ങനെ വന്നു എന്ന് മനസ്സിലാവണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് എഴുതിയതിനു ശേഷം നേരെ ഈ സ്റ്റെപ്പിലോട്ട് വരാം. ഓക്കെ, അവിടെ വെച്ച് എഴുതുക. ദിസ് ഈസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ഇനി V1 ബൈ V2 എങ്ങനെ N2 ബൈ N1 ആയി എന്ന് നമുക്ക് നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും ലൈറ്റിന് ആ മീഡിയത്തിൽ കൂടെ പോകാനുള്ള പാട് കൂടിക്കൊണ്ടിരിക്കും. അതായത് വെലോസിറ്റി കുറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നു, വെലോസിറ്റി കുറയുന്നു. അവർ തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് n, അത് കൂടുന്തോറും വെലോസിറ്റി കുറയുന്നു. അപ്പൊ ഇവർ തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പം വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു സംതിങ് കോൺസ്റ്റന്റ്, ഏതോ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് കൂട്ടിക്കോ, ഇൻറ്റു 1/n എന്ന് കിട്ടും. അപ്പൊ V1 ഇസ് ഈക്വൽ ടു k ഇൻറ്റു 1/n1. ഇതേപോലെ V2 ഇസ് ഈക്വൽ ടു k ഇൻറ്റു 1/n2. അപ്പൊ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ V1 ബൈ V2 ഇസ് ഈക്വൽ ടു കെയും കെയും വെട്ടിപ്പോവും, 1/n1 ബൈ 1/n2 എന്ന് വരും. അത് കറങ്ങി മുകളിൽ പോകുമ്പോൾ N2/n1 എന്ന് വരും. അല്ലെങ്കിൽ തന്നെ ഇൻവേഴ്സ് റിലേഷൻ ഒരിക്കലും V1 ബൈ V2 N1 ബൈ N2 ഈക്വൽ ആവൂല. പകരം V1 ബൈ V2 N2 ബൈ N1 ഈക്വൽ ആവുള്ളൂ. കാരണം ഒരാൾ കൂടുമ്പോൾ ഒരാൾ കുറയാണ്. ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പൊ അതൊന്നും മനസ്സിലാക്കേണ്ടാത്തവർക്ക് ഇത് കളഞ്ഞേക്കുക, അത് മറന്നേക്കുക. നേരെ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ക്ലൈമാക്സ് നമുക്കറിയാം, എഴുതി വെച്ചു കൊടുക്കുക. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഏതും പഠിക്കാൻ പറ്റും. റിഫ്ലക്ഷന്റെ ലോയും പഠിക്കാൻ പറ്റും. ഈ താഴോട്ട് നമ്മൾ ഈ വരച്ച വര നേരെ എടുത്ത് മേലോട്ട് വരച്ചു കൊടുത്താൽ മതി. ബാക്കിയെല്ലാം പഴയ പോലെയാണ്. രണ്ട് ട്രയാങ്കിൾ കിട്ടും, കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പൊ അത് മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് റിട്ടൺ നോട്ട്സിൽ അതിന്റെ ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ റേ, താഴോട്ട് ഞാൻ ഈ വരച്ച റേ റിഫ്ലക്ട് ചെയ്ത് മേലോട്ട് പോകും. ബാക്കിയെല്ലാം പഴയ കണക്കാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പെർപെൻഡിക്കുലർ, ആ ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ. V1T V2 ടിക്ക് പകരം VT VT എന്ന് വരുന്നേ ഉള്ളൂ. കാരണം രണ്ട് സെയിം മീഡിയം ആണ്. അവിടെ നമ്മൾ 1ഉം 2ഉം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ബൈ കട്ട് ചെയ്ത് വെക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഓക്കെ, അടുത്ത നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അങ്ങനെ നേരെ ഹൈജൻസ് പ്രിൻസിപ്പിൾ കഴിഞ്ഞ് നേരെ നമ്മൾ ചെന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 30. ഡ്രോ എ റേ ഡയഗ്രാം ഫോർ ഇമേജ് ഫോർമേഷൻ ഇൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അപ്പൊ നമ്മൾ 3 റേ ഡയഗ്രാംസ് പഠിക്കുന്നുണ്ട്. ആ 3 റേ ഡയഗ്രാം നല്ല രീതിക്ക് നിങ്ങൾ വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. നല്ല രീതിയിൽ അത് വരച്ച് പഠിക്കുക. റേ ഡയഗ്രാംസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ബോഡി വരച്ച് തന്നിട്ട് കാര്യമില്ല, നിങ്ങൾ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വരച്ച് പഠിക്കുക. ഏതൊക്കെയാണ് ആ 3 ഡയഗ്രാംസ്? സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ ഡയഗ്രാം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഡയഗ്രാം, റിഫ്രാക്റ്റിംഗ് ടൈപ്പ് ടെലസ്കോപ്പിന്റെ ഡയഗ്രാം, പിന്നെ റേ ഡയഗ്രാം അല്ലെങ്കിൽ ചെറിയൊരു ഡയഗ്രാം ഉള്ളത് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പിന്റെ ഡയഗ്രാം. ഈ ഡയഗ്രാംസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ചിലപ്പോൾ റേ ഡയഗ്രാം നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റേ ഡയഗ്രാംസ് എന്തായാലും പഠിക്കാതെ ഒരു കാരണവശാലും പോകരുത്. പിന്നെ നമുക്കിവിടെ ഉള്ളത് എന്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ്, മാഗ്നിഫിക്കേഷന്റെ. അപ്പൊ മാർക്ക് അനുസരിച്ചുള്ള ഒരു ഡെറിവേഷൻ ആണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. മാഗ്നിഫിക്കേഷൻ ഇവിടെ 1 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാഗ്നിഫിക്കേഷൻ, നമുക്ക് 2 ലെൻസ് ഉണ്ടെന്ന് അറിയാം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പില്. മാഗ്നിഫിക്കേഷൻ കോമ്പിനേഷനിൽ വരുമ്പോൾ മൾട്ടിപ്ലൈ ആണ് ആവുക, അല്ലെ? M1 is equal to M1 into M2 into M3 into എത്ര ലെൻസ് ഉണ്ടോ അതിന്റെ എല്ലാ മാഗ്നിഫിക്കേഷൻസ് ഇൻറ്റു ഐ ആണ് പോകുന്നത്, മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത്. ഇവിടുത്തെ 2 ലെൻസുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഒബ്ജക്റ്റീവും ഒന്ന് ഐ പീസും ആയതുകൊണ്ട് ഞാൻ MOയും ME എന്നും കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഇനി MO നമ്മൾ ഫിഗർ വരച്ചു കഴിഞ്ഞ് എഴുതുക. അക്കോർഡിംഗ് ടു MO ഫിഗർ വരച്ചു വരുമ്പോൾ MO അപ്രോക്സിമേറ്റ്ലി ഏകദേശം നമുക്ക് കിട്ടുക L/EFO എന്നാണ്. MO L/EFO. ഇതേപോലെ ME നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാം? അപ്രോക്സിമേറ്റ്ലി അത് D/EFE ആണ്. ഈ L എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിന്റെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ട്യൂബ് ലെങ്ത് ആണ്. D എന്ന് പറയുന്നത് ഇമേജ് ഫോം ചെയ്ത ഡിസ്റ്റൻസും ആണ്. അത് ആ ഫിഗർ വരച്ചതിന്റെ അനുസരിച്ചാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു ചെയ്യുക. MO എന്ന് പറയുന്നത് L/FO, മറ്റേ ME എന്ന് പറയുന്നത് D/F. ഇതൊക്കെ അപ്രോക്സിമേഷൻസ് ആണ്. ഇനി ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പൊ M is equal to L/FO into D/FE. ഓക്കെ, ഫൈനലി M is equal to LD/FO into FE. ഓർത്ത് വയ്ക്കാനായിട്ട് നമ്മൾ LDF പാർട്ടി നമുക്കറിയാം, LDF. അപ്പൊ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് LD/4φ എന്നാണ്. LD/4φ എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ ഓർത്തോണം, 4φ അല്ലാതെ FO into FE ആണ്. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ ഡെറിവേഷൻ ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്ത് വെച്ചേക്കുക. നമുക്കൊരു 1-1.5 മാർക്ക് അല്ലെ 2 മാർക്ക് മാക്സിമത്തിന് ചോദിച്ചേക്കാം. അപ്പോഴും ഇത് തന്നെ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ ആ പാർട്ടിലെ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇംപിഡൻസ് ട്രയാങ്കിൾ ആണ്. ഇംപിഡൻസ് ട്രയാങ്കിൾ മാർക്ക് ചെയ്യാനാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഇംപിഡൻസ് ട്രയാങ്കിൾ പഠിച്ച് വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉള്ളതാണ്. ഇംപിഡൻസ് ട്രയാങ്കിൾ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. അതിൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ഒരാൾ ഫൈ ആണ്. ആരാണ് ഈ ഫൈ? ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ ആണ്? വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ ആണ്. AC ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു കറണ്ട് ലീഡ് ചെയ്യും, കറണ്ട് ലാഗ് ചെയ്യും, 90 ഡിഗ്രി ലീഡ് ചെയ്യും, ലാഗ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതില് ഫൈ എത്ര ആയിരുന്നു? 90 ഡിഗ്രി ആയിരുന്നു. ഐയും വിയും തമ്മിലുള്ള ആംഗിൾ അത് തന്നെയാണ് ഇവിടെ. LCR സർക്യൂട്ടിലാകുമ്പോൾ നമുക്ക് ലീഡ് ചെയ്യോ ലാഗ് ചെയ്യോ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജനറൽ ആയിട്ട് ഫൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നേ ഉള്ളൂ. അതേസമയം പ്യൂർലി കപ്പാസിറ്ററോ പ്യൂർലി ഇൻഡക്റ്റീവോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ 90 ഡിഗ്രിയുടെ കാര്യം പറയാൻ പറ്റും. ഇവിടെ അപ്പോൾ ഫൈ എന്ന് പറയുന്നത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൈ സി മൈനസ് കൈ എൽ. ഓക്കെ, കൈ സി മൈനസ് കൈ എൽ. ഇതാരാണ് ഈ കൈ സി? ആരാണ്? കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് ആണ്. അപ്പൊ വാട്ട് ഈസ് ഇൻ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് ചോദിക്കാം, ഒരു മാർക്കിന് ഡെഫിനിഷൻ ചോദിക്കാം. വാട്ട് ഈസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്? കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ AC സർക്യൂട്ടിൽ കാണിക്കുന്ന റെസിസ്റ്റൻസിന്റെ പേരാണ്. ഒരു കപ്പാസിറ്റർ AC സർക്യൂട്ടിൽ കാണിക്കുന്ന റെസിസ്റ്റൻസിന്റെ പേരാണ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ത് തന്നെ വരും? റെസിസ്റ്റൻസ് അല്ലേ സംഭവം. അപ്പൊ എന്തായാലും യൂണിറ്റ് എന്താണ്? ഓംസ് ആണ്. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കാം. ഇതേപോലെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കാം. എന്താണ്? ആ ഇൻഡക്ടർ AC സർക്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ്, അതിന്റെ പേരാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ, അപ്പം ആ രണ്ട് ഡെഫിനിഷൻസ് എന്തായാലും തീർച്ചയായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. അത് രണ്ടും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ അഡ്ജസന്റ് സൈഡിൽ ആറും മുകളിൽ ഇസഡ് മാർക്ക് ചെയ്യാം. ആരാണ് നമുക്കറിയാം? പ്യൂർ റെസിസ്റ്റൻസിന്റെ ആണ്. ഇസഡ് എന്ന് പറയുന്നത് ഇംപിഡൻസ് ആണ്. ഇത് വേറൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇംപിഡൻസിന്റെ ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ടിരിക്കുകയായിരിക്കും. ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് കൈ സി മൈനസ് കൈ എൽ ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ഇംപിഡൻസിന്റെ ഇക്വേഷൻ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ വെച്ചും നമുക്ക് ഈ ട്രയാങ്കിൾ ഓർത്തിരിക്കാം. ഇതിനെ എങ്ങനെ കണ്ടാൽ മതി? പൈതഗോറസ് തിയറം ആക്കി കണ്ടാൽ മതി. എന്തായിട്ട് കാണുക? ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസിന്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. അപ്പൊ ഹൈപ്പോട്ടന്യൂസിന് പകരം ആര് പറഞ്ഞേ ഉള്ളൂ? ഇസഡ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇസഡ് മാർക്ക് ചെയ്തു. ബേസിന് പകരം ആര് പറഞ്ഞേ ഉള്ളൂ? റെസിസ്റ്റൻസ്. അതുകൊണ്ട് ബേസിൽ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ആൾട്ടിറ്റ്യൂഡിന് പകരം ആര് വന്നേക്കുന്നു? ഐ സി മൈനസ് കൈ എൽ. ഇങ്ങനെ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന് പഠിക്കാം. അപ്പൊ ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്ന് ഒരു ഇക്വേഷൻ ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് കൈ സി മൈനസ് കൈ എൽ ദ ഹോൾ സ്ക്വയർ ആണ്. രണ്ടാമത് നമുക്ക് ഒരു ഇക്വേഷൻ അവിടെ നിന്ന് കോസ് ഫൈ എടുക്കാൻ പറ്റും, ടാൻ ഫൈയും എടുക്കാൻ പറ്റും. കോസ് ഫൈ എടുക്കുമ്പോൾ കോസ് ഫൈയുടെ പേരാണ് പവർ ഫാക്ടർ. കോസ് ഫൈ എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതാണ്, അതായത് ആ ഐയും വിയും തമ്മിലുള്ള ആംഗിളിന്റെ കൊസൈൻ എടുത്താൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയുടെ പേരാണ് പവർ ഫാക്ടർ. ആ സർക്യൂട്ടിലെ പവർ എഫിഷ്യൻസിയെ പറ്റി നമുക്ക് ഡിനോട്ട് ചെയ്ത് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ എത്രത്തോളം പവർ എടുക്കുമെന്ന് കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് ഈ പവർ ഫാക്ടർ. ഓക്കെ, പവർ ഫാക്ടർ നോട്ട് ചെയ്ത് വെക്കുക. പവർ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ കോസ് ഫൈ. ഇറ്റ് ഈസ് കോസ് ഫൈ, സിംപ്ലി കോസ് ഫൈ. ആ കോസ് ഫൈ എങ്ങനെ എടുക്കും? ഫിഗർ നോക്കിയാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് ഏതാണ്? ആർ ആണ്. ഹൈപ്പോട്ടന്യൂസ് ആരാണ്? ഇസഡ് ആണ്. അപ്പൊ കോസ് ഫൈ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ആർ ബൈ ഇസഡ് ആണ്. ഇനി ടാൻ ഫൈ എടുക്കുക. ടാൻ ഫൈയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് കൈ സി മൈനസ് കൈ എൽ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. എന്തിനാണ് ടാൻ ഫൈ എടുക്കുന്നത്? ഫൈ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും നമുക്ക്? ടാൻ ഇൻവേഴ്സ് കൈ സി മൈനസ് കൈ എൽ ബൈ ആർ. പ്രോബ്ലത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു LCR സർക്യൂട്ടിലെ കൈ സിയും കൈ എല്ലും ആറും ഒക്കെ നമുക്ക് തന്നേക്കും, അല്ലെ അത് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് തന്നിരിക്കും. എന്നിട്ട് ചോദിക്കും വോൾട്ടേജും കറണ്ടും നമ്മുടെ ആംഗിൾ എത്ര ആണ്, അത് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഈ ഫൈ എത്ര ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത പാർട്ടിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പൊ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോട്ട് ചെയ്യുക, എഴുതി വരച്ചൊക്കെ പഠിക്കാനുള്ളത് വരച്ച് തന്നെ പഠിക്കുക, മെക്കാനിസം വൈസ് പഠിക്കാനുള്ളത് മെക്കാനിസം തന്നെ പഠിക്കുക. ഓക്കെ, അടുത്ത പാർട്ടിലേക്ക് പോകും. അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. അടുത്ത പാർട്ടിലെല്ലാം 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എനി 3 ആയിരുന്നു ക്വസ്റ്റ്യൻ. റീടെസ്റ്റിന് നമുക്ക് എല്ലാം എഴുതിയേ പറ്റൂ, അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 32, സ്റ്റേറ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ. തുടക്കം തൊട്ട് നമ്മൾ പറയുന്നുണ്ട് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഫിനോമിനന്റെ പേരാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ. 4 ടൈപ്പ് ലോസസിനെ പറ്റി നമ്മൾ പഠിക്കും. തിയറിയാണ്, നിങ്ങൾ ആൻസർ കീ വെച്ച് തന്നെ മാക്സിമം പഠിക്കുക. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. ഒന്ന് അയൺ ലോസ്, ഇരുമ്പ് നഷ്ടം, അയൺ ലോസ്. രണ്ടാമത്തത് കോപ്പർ ലോസ്. അയൺ ലോസ് അറിയാമെങ്കിൽ അടുത്ത രണ്ടാമത്തെ കിട്ടും കോപ്പർ ലോസ്. മൂന്നാമത്തത് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. ഓക്കെ, നാലാമത്തെ ലോസ് ഹിസ്റ്റീരിസിസ് ലോസ്.
ഹിസ്റ്റീരിസിസ് ലോസ്. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചേക്കുക. 4 ലോസിന്റെ പേര് പഠിക്കുക. മിനിമം ഒരു ചെറിയ എക്സ്പ്ലനേഷനും അതിനെ എങ്ങനെ കുറയ്ക്കാന്നുള്ളതും കൂടി പഠിച്ചു വെച്ചേക്കുക. അയൺ ലോസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ കോർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇരുമ്പ് അല്ലെ, മെറ്റൽ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിംഗിൾ പീസ് മെറ്റൽ യൂസ് ചെയ്താൽ അതിനകത്തൂടെ കറണ്ട് സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം അവിടെ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. അത് കാരണം ഇതിൽ വെറുതെ കറണ്ട് ഇങ്ങനെ സർക്യൂട്ട് ചെയ്ത് ചുമ്മാ EMF ഉണ്ടായി കറങ്ങിക്കൊണ്ടിരിക്കും. ആ കറണ്ടിന് ഒരു പേരുണ്ട്, എഡി കറണ്ട്. അങ്ങനെ എഡി കറണ്ട് ചുമ്മാ കറങ്ങിക്കൊണ്ടിരുന്നാൽ ഇവൻ ഇരുന്ന് ചൂടാവും. അപ്പോ അയൺ ലോസ് ആര് കാരണം ഉണ്ടാകുന്നതാണ്? ആ എഡി കറണ്ട് കാരണം ഉണ്ടാണ്. അയൺ ലോസ് ഈസ് ഫോംഡ് ഡ്യൂ ടു എഡി കറണ്ട്സ് ഫോംഡ് ഇൻ ദ ട്രാൻസ്ഫോമർ കോർ. എങ്ങനെ കുറയ്ക്കാം? ഒരു സിംഗിൾ പീസ് മെറ്റൽ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് തെൻ ഷീറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യും. നിങ്ങൾ ഒരു യഥാർത്ഥ ട്രാൻസ്ഫോമർ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. നമ്മളെ ECVSലുള്ള കുട്ടികൾക്ക് ഞാൻ നേരിട്ട് ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോമർ എടുത്തുകൊണ്ട് പോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ലാമിനേഷൻസ് ഒക്കെ വരുന്നതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ പീസ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്ലിറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് പിന്നെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു ട്രാൻസ്ഫോമർ ഓയിലൊക്കെ ഫില്ല് ചെയ്യും. അപ്പൊ ഇതെല്ലാം അയൺ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, രണ്ടാമത്തേത് എന്ന് പറയുന്നത് കോപ്പർ ലോസ് ആണ്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ജൂൾസ് ലോ ആണെന്ന് ഓർത്തേക്കുക. ജൂൾസ് ലോ എന്താണ്? ഒരു കണ്ടക്ടറിൽ കൂടി കുറച്ച് സമയം കറണ്ട് കയറ്റി വിട്ടാൽ അത് റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടർ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ചൂടുണ്ടാവും, ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ആ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. H=I²RT 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ജൂൾസ് ലോ, കോപ്പർ ലോസ് കാരണം ട്രാൻസ്ഫോമറിന്റെ കോയിലുകൾ പ്രൈമറി ഉണ്ടെന്ന് പറഞ്ഞു, സെക്കൻഡറി ഉണ്ടെന്ന് പറഞ്ഞു. പ്രൈമറിയും സെക്കൻഡറിയും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കൂടുതലായിട്ട് എന്തുകൊണ്ടാണ്? കോപ്പർ, ചെമ്പ് കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചെമ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതേ കൂടി ഇത്രയും കറണ്ട് കയറി ഇറങ്ങി പൊക്കോണ്ടിരിക്കുമ്പോൾ ഹീറ്റ് ഉണ്ടാവും. H=I²RT പ്രകാരം ഹീറ്റ് ഉണ്ടാവും. എങ്ങനെ കുറയ്ക്കാം? എന്ന് വെച്ചാൽ ഇത്രയും കട്ടിയുള്ള വയറിന് പകരം ഇത്രയും കട്ടിയുള്ള വയർ യൂസ് ചെയ്യാം. അതായത് യൂസിങ് ബിഗർ ഗേജ്. നമ്മളെ തിക്നെസ് കൂട്ടാം, കോപ്പറിന്റെ തിക്നെസ് കൂട്ടാം. തിക്നെസ് കൂട്ടുമ്പോൾ എന്ത് കൂടും? ക്രോസ് സെക്ഷൻ ഏരിയ കൂടും. ക്രോസ് സെക്ഷൻ ഏരിയ കൂടിയാൽ കൂടുതൽ കറണ്ടിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാം. റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എന്ത് കുറയും? ഹീറ്റ് കുറയും. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റൂ. എപ്പോഴും ഈ ലോസ് ഉണ്ടാവും. പൂർണ്ണമായിട്ട് മാറ്റാനുള്ള പാടാണ്. അപ്പൊ പൂർണ്ണമായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. കോപ്പർ ലോസ് എന്ന് പറയുന്നത് വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന ലോസ് ആണ്. അതെങ്ങനെ കുറയ്ക്കാം? തിക്നെസ് കൂട്ടാം. കോപ്പറിന്റെ തിക്നെസ് കൂട്ടാം. 3, മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. അതായത് പ്രൈമറി, സെക്കൻഡറി എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോ പ്രൈമറിയിൽ ഉണ്ടാവുന്ന കംപ്ലീറ്റ് ഫ്ലക്സും സെക്കൻഡറിയിൽ എത്തുന്നില്ല. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പ്രൈമറിയിൽ ഉണ്ടാവുന്ന കംപ്ലീറ്റ് മാഗ്നറ്റിക് ഫ്ലക്സും സെക്കൻഡറിയിൽ എത്തുന്നില്ല, ഇടയ്ക്ക് കുറച്ച് നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലീക്കേജ്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ടൈറ്റ് കപ്ലിങ്. അല്ലെ, ട്രാൻസ്ഫോമറിന്റെ കോർ എങ്ങനെ അങ്ങ് ഡിസൈൻ ചെയ്യും, ഒന്ന് റീഡിസൈൻ ചെയ്ത് ഇങ്ങനെ ആക്കിയതിനു ശേഷം പ്രൈമറി ഇതീ കൊണ്ടുവന്ന് വൈൻഡ് ചെയ്യും, സെക്കൻഡറി അതീ കൊണ്ട് തന്നെ വൈൻഡ് ചെയ്യും. ഇവർ തമ്മിൽ ടച്ച് ആവില്ല. ഈ വയറുകൾക്കെല്ലാം, ഈ വൈൻഡ് ചെയ്യുന്ന വയറുകൾക്കെല്ലാം ഒരു ഇൻസുലേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ തമ്മിൽ ടച്ച് ആവില്ല. പക്ഷെ ഇവരെ ഒരേ ലെഗിൽ തന്നെ വൂണ്ട് ചെയ്താൽ അങ്ങനെ അങ്ങ് എത്തുന്ന ഒരു പ്രശ്നമില്ല. അപ്പൊ അത് കുറയ്ക്കാൻ പറ്റും. ടൈറ്റ് കപ്ലിംഗ് ആണ് അതിന്റെ. ഇപ്പൊ ഡെഫിനിഷൻസ് ആയിട്ട് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസർ കീ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. ഹിസ്റ്റീരിസിസ് ലോസ് നമ്മൾ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോഫ്റ്റ് അയൺ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്റീരിസിസ് ലോസ്. സോഫ്റ്റ് അയണിനെ പറ്റിയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ഉത്തരം തന്നെയായിരിക്കും. ഹിസ്റ്റീരിസിസ് ലോസ് വളരെ കുറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ് സോഫ്റ്റ് അയൺ എന്ന് പറയുന്ന സാധനം. അപ്പൊ കോറിന് നമ്മൾ സോഫ്റ്റ് അയൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്റീരിസിസ് ലോസും കുറയ്ക്കും. അപ്പൊ എല്ലാം ഇതാണ്. ഓരോ സൈക്കിളിനും ഉണ്ടാവുന്ന ലോസ് ആണ് ഹിസ്റ്റീരിസിസ് ലോസ്. അപ്പൊ പേരുകൾ പഠിക്കുക, മിനിമം ആയിട്ടുള്ള ജസ്റ്റ് ഒരു സെന്റൻസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പഠിക്കുക, എങ്ങനെ അത് കുറയ്ക്കാം എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. വാട്ട് ഈസ് ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ? നമുക്ക് ക്വസ്റ്റ്യൻ. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രാൻസ്ഫോമർ ഇല്ല അല്ലെ. റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ആണ്. അതിന്റെ എഫിഷ്യൻസി 100% ആയിരിക്കും, അഥവാ എഫിഷ്യൻസി 1 ആയിരിക്കും. ഇറ്റ് ഈസ് എ ട്രാൻസ്ഫോമർ വിത്ത് എഫിഷ്യൻസി 100% ഫുള്ളി. അതായത് അതിനകത്ത് നഷ്ടങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ ഒരു നഷ്ടവും സംഭവിക്കാത്ത ട്രാൻസ്ഫോമർ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഐഡിയൽ ട്രാൻസ്ഫോമർ. അതായത് അതിന്റെ പവർ ഇൻപുട്ട് എന്തിന് ഈക്വൽ ആയിരിക്കും? അബ്സൊല്യൂട്ട്ലി ഈക്വൽ ആയിരിക്കും. പവർ ഔട്ട്പുട്ടിന് ഈക്വൽ ആയിരിക്കും. കൊടുക്കുന്ന എല്ലാ പവറും ഔട്ട്പുട്ടിൽ തരാൻ പറ്റും. സാധാരണ ഉള്ള ട്രാൻസ്ഫോമർ ആണെങ്കിൽ കൊടുക്കുന്ന എല്ലാ പവറും ഔട്ട്പുട്ടിൽ തരൂല. കുറച്ച് പവർ എന്തായിട്ട് പോകും? ഹീറ്റ് ആയിട്ടൊക്കെ നഷ്ടപ്പെട്ടിട്ട് പോകും. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ ഒരു റിയൽ ട്രാൻസ്ഫോമറിലെ പവർ ഇൻപുട്ടും പവർ ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ആര് വലുതായിരിക്കും? ഇൻപുട്ട് ആയിരിക്കും വലുത്. കാരണം ഔട്ട്പുട്ടിൽ കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്, ലോസ് ഉണ്ടായിട്ടുണ്ട്. ഈ ലോസുകൾ കാരണം ഐഡിയൽ ട്രാൻസ്ഫോമറിലെ പവർ ഇൻപുട്ട് എന്തായിരിക്കും? പവർ ഔട്ട്പുട്ടിന് ഈക്വൽ ആയിരിക്കും. ഇത്തരം കാര്യങ്ങൾ ട്രാൻസ്ഫോമറിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവാണ്. വിത്ത് എ നീറ്റ് ഡയഗ്രാം ഡിറൈവ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്നാണ്. അതിന്റെ കൂടെ കാൽക്കുലേറ്റ് ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഡാം. ഓക്കെ,
അപ്പൊ ലെൻസ് മേക്കേഴ്സ് ഫോർമുല നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകണം. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഇതും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡെറിവേഷൻ ആണ്. അതിൽ നമുക്ക് ആദ്യം വേണ്ടി വരുന്ന ഇക്വേഷൻ റിഫ്രാക്ഷൻ അറ്റ് കർവ്ഡ് സർഫസിന്റെ ഇക്വേഷൻ ആണ് n2 by v minus n1 by u is equal to n2 minus n1 by r. ഈ ഇക്വേഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ചെയിൻ ഓഫ് ഡെറിവേഷൻസ്. ചെയിൻ ഓഫ് ഡെറിവേഷൻസ് വരുന്നത് എവിടെയാണ്? റയോപ്റ്റിക്സിലാണ്. റയോപ്റ്റിക്സിലെ ഇക്വേഷൻ ഫോർ റിഫ്രാക്ഷൻ അറ്റ് കർവ്ഡ് സർഫസ് മുതൽ അടുത്ത ഡെറിവേഷൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉണ്ട് അല്ലെ, തിൻ ലെൻസ് ഫോർമുല ഉണ്ട്, അത് കഴിഞ്ഞ് മാഗ്നിഫിക്കേഷൻ വരുന്നുണ്ട്. അതങ്ങനെ ചെയിൻ ആയിട്ട് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഉണ്ട്, ചെയിൻ ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഡെറിവേഷൻസ് ആണ്. നമ്മളത് ക്ലാസ്സിൽ നല്ല മനോഹരമായിട്ട് സമയമെടുത്ത് തന്നെ പഠിച്ചതാണ്. അപ്പൊ ഞാൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡെറൈവ് ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം വേണ്ട ഇക്വേഷൻ എന്താണ്? n2 by v minus n1 by u is equal to n2 minus n1 by r. ആരാണ് n എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് അല്ലെ. ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്? ഇവിടെ ഇപ്പോ എയറിൽ നിന്ന് ഗ്ലാസ്സിൽ കയറും. അപ്പൊ n2 ആരാണ്? n1 ആരാണ്? എയറിൽ നിന്ന് ഗ്ലാസ്സിൽ കയറുവാണെങ്കിൽ n2 ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതേപോലെ തിരിച്ചാണെന്നുണ്ടെങ്കിലോ, അപ്പൊ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് n2. അപ്പം ആദ്യത്തെ മീഡിയം, രണ്ടാമത്തെ മീഡിയം, അവരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതാണ് n2 n1 ഒക്കെ. v ആരാണ്? ഇമേജ് ഡിസ്റ്റൻസ് ആണ്. u ആരാണ്? ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. അതാരാണ്? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സെന്റർ മുതൽ ഒബ്ജക്ട് വരെയുള്ള ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സെന്റർ മുതൽ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ്. r ആരാണ്? റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ നമുക്കറിയാം ഇവിടെ രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട് അല്ലെ. എ ബി സിക്ക് ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്, എ ഡി സിക്ക് ഒരു റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്. അപ്പൊ നമ്മള് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക. ഞാൻ എ ഡി സി എന്ന് പറയുന്ന സർഫസ് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, എ ഡി സി എന്ന് പറയുന്ന സർഫസ് കൺസിഡർ ചെയ്യുമ്പോ ഇതിനകത്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈറ്റ് റേ ഇങ്ങനെ പോയി ഇടിച്ചു, റിഫ്രാക്ഷൻ നടന്നു, വീണ്ടും ഒരു റിഫ്രാക്ഷൻ നടക്കും. രണ്ട് സർഫസ് ഉണ്ടല്ലോ, വീണ്ടും ഒരു റിഫ്രാക്ഷൻ നടന്നിട്ട് അത് ഇവിടെ വന്ന് ഇമേജ് ഫോം ചെയ്യും. അപ്പൊ ഇതിവിടെ എനിക്കൊരു ഇമേജ് കിട്ടി. ഓക്കെ, ഇത് രണ്ടാമത്തെ റിഫ്രാക്ഷൻ നടന്നില്ലായിരുന്നെങ്കിൽ ആ റേ ഇങ്ങനെ നീണ്ടു പോയേ അല്ലെ, അങ്ങനെ നീണ്ടു പോയി ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്തേനെ. അത് അപ്പാരന്റ് ഇമേജ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇമേജ് അവിടെ കിട്ടിയിട്ടുണ്ടോ? അതില്ല. അപ്പൊ അതുണ്ടായത് എന്തുകൊണ്ടാണ്? എ ഡി സി എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് അവന്റെ ഇമേജ് ഐ ഡാഷ് ആണ്. ഐ എന്ന് പറയുന്നത് അപ്പോ എ ബി സി എന്ന് പറയുന്ന സർഫസിന്റെ ഇമേജ് ആണ്. മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. എ ഡി സി എന്ന് പറയുന്ന കർവ്ഡ് സർഫസിനെ മാത്രം ഞാനിപ്പോ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഒബ്ജക്ട് ഇരിക്കുന്നു. ഒബ്ജക്ട് മുതൽ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് യു ആണ്. ഈ സെന്റർ മുതൽ ഇമേജ് വരെയുള്ള ഡിസ്റ്റൻസ് വി ആണ്. അവിടെ ഒരു ഉഡായിപ്പ് ഇമേജ് ഉണ്ടായിട്ടുണ്ട്. ഈ ഉഡായിപ്പ് ഇമേജിന്റെ ഡിസ്റ്റൻസ് വി ഡാഷ് ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എ ഡി സിയെ സംബന്ധിച്ച് n2 ആര്, n1 ആര്, v ആര്, u ആര്, r ആര്, ഇത് നമ്മൾ എഴുതാം. ഇതേപോലെ എ ബി സിക്ക് എഴുതാം. എ ഡി സിയെ സംബന്ധിച്ച് n1 എഴുതുക, n2 എഴുതുക, u എഴുതുക, v എഴുതുക, r എഴുതുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ എഴുതാൻ പോവാണ്. എ ഡി സിയെ സംബന്ധിച്ച് ആദ്യം റേ എവിടെ നിൽക്കുന്നു? ആദ്യം എയറിൽ നിൽക്കുന്നു. അപ്പൊ n1 എന്താണ്? n1 തന്നെയാണ്. ഓക്കെ, അടുത്ത ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2, വീണ്ടും n1. അപ്പൊ എ ഡി സിയെ സംബന്ധിച്ച് ആദ്യം ഇരുന്നത് n1 രണ്ടാമത് n2ലാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ n1 n1 തന്നെ, n2 n2 തന്നെ. ഇനി u ആരാണ്? u തന്നെയാണ്, മാറ്റമൊന്നുമില്ല. u തന്നെയാണ്, എ ഡി സിയുടെ ഒബ്ജക്റ്റ് ആണ്. v ആരാണ്? എ ഡി സിയുടെ ഇമേജ് ആരാന്ന് ഞാൻ പറഞ്ഞു. അത് ഈ ഉഡായിപ്പ് ഇമേജ് ഐ ഡാഷ് ആണ്, അപ്പാരന്റ് ഇമേജ് ആണ്, അത് ഐ ഡാഷ് ആണ്. അപ്പൊ അതുവരെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? വി ഡാഷ് ആണ്. അതിലാണ് മാറ്റമുള്ളത്. ഇനി എ ഡി സിയുടെ റേഡിയസ് ഓഫ് കർവേച്ചർ r1 എന്ന് തന്നെ എടുക്കാം. ഇനി ഇതെടുത്ത് നമ്മൾ എവിടെ അപ്ലൈ ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഇക്വേഷനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? n2 പകരം n2 തന്നെ, പക്ഷേ വിക്ക് പകരം വി ഡാഷ് ആണ്. മൈനസ് n1 പകരം n1 തന്നെ, പക്ഷേ യുവിന് പകരം u തന്നെ. ഇസ് ഈക്വൽ ടു n2 മൈനസ് n1 എന്ന് പറയുന്നത് n2 മൈനസ് n1 തന്നെ, r പകരം r1 ആണ്. ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യാം? ഇനി നമ്മൾ ഈ ഇക്വേഷൻ അവിടെ വെച്ചുകൊണ്ട് തന്നെ എ ഡി സിയുടെ മാറ്റി എ ബി സിയുടെ കാര്യം എഴുതാൻ പോവാണ്. എ ബി സിയുടെ കാര്യം നോക്കുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആദ്യത്തത് n2 എന്ന് പറയുന്നത് അതെന്താവും? n1 ആവും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. n1 എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് മീഡിയ ഏതാണെന്നുള്ളത് മാത്രമാണ്. ഫസ്റ്റ് മീഡിയ ഏതാണ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്ര. എ ബി സിയെ സംബന്ധിച്ച് ഫസ്റ്റ് മീഡിയം ഗ്ലാസ് ആണ്, പിന്നെയാണ് എയറിലോട്ട് ഇറങ്ങുന്നത്. അപ്പൊ n1 ആരാവും ഓർത്തേക്കുക? n1 എന്ന് പറയുന്നത് n2 ആണ്. n2 അപ്പൊ ആരാവും? n1 ആണ്. u എ ബി സിയെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങോട്ടുള്ള ഒബ്ജക്റ്റിന് ഒരു കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സർഫസിന് ഇവിടെയോ ആണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അതാണ് ഈ ഉഡായിപ്പ് ഇമേജ്. അപ്പൊ എ ബി സിയെ സംബന്ധിച്ച് അവന്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ അത് ഈ അപ്പാരന്റ് ഇമേജ് ആണ്. അപ്പൊ അതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് അവന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അത് ഓർത്ത് വെച്ച് അതുവരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ എ ബി സിയെ സംബന്ധിച്ച് അവന്റെ ഒബ്ജക്റ്റ് ആരാണ്? ഈ ഫേക്ക് ഇമേജ് ആണ്. ആ ഫേക്ക് ഇമേജ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്ര ആണോ അതാണ് എ ബി സിയുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ആ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫിഗർ അനുസരിച്ച് എത്രയാണ്? വി ഡാഷ് ആണ്. അപ്പൊ നമ്മളിവിടെ യു എന്ന് എഴുതുന്നിട്ട് ആരെഴുതണം?
വി ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് വി ഇമേജ് ഡിസ്റ്റൻസ്. എ ബി സിയെ സംബന്ധിച്ച് അവന്റെ യഥാർത്ഥ ഇമേജ് ഐ തന്നെയാണ്, അതിന്റെ ഡിസ്റ്റൻസ് അപ്പം വി ആണ്. R1 മാറിയാരായി R2 ആയി. ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണ്, ഇതിൽ അപ്ലൈ ചെയ്യാൻ പോണ്. അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞ് N1 by V മൈനസ് ഈ ഇത്രയും കാര്യങ്ങൾ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. N1 by V മൈനസ് N2 by യുവിന് പകരം ആര് വരും, വി ഡാഷ് വരും. ഇസ് ഈക്വൽ ടു N1 മൈനസ് N2 by R2. ഇക്വേഷൻ നമ്പർ 2. ഈ രണ്ട് ഇക്വേഷൻസ് കാണുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ചുമ്മാ ഒന്ന് ആഡ് ചെയ്താൽ മതി. N2 by V ഡാഷും N2 by V ഡാഷും വെട്ടിപ്പോയി. അടുത്ത സ്റ്റെപ്പ് അത് തന്നെയാണ്. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുക? രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുക. നമുക്കൊന്ന് ആഡ് ചെയ്ത് എഴുതാം. അപ്പോ N2ഉം N2 by V1ഉം മൈനസ് N2 by V1ഉം വെട്ടിപ്പോവും. ബാക്കി അവിടെ ആരെ കൊണ്ടൊന്ന് നോക്കിയേ, ഒരു N1 by V ഉണ്ട്, ഒരു മൈനസ് N1 by U ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? N1 by V മൈനസ് N1 by U ഇസ് ഈക്വൽ ടു അപ്പുറത്തെ സൈഡിൽ എന്തുണ്ട്? N2 മൈനസ് N1 by R1 പ്ലസ്, ഓക്കെ ഞാൻ തൽക്കാലം സി എന്നുള്ളത് വായിക്കുകയാണ്, പ്ലസ് N1 മൈനസ് N2 by R2. അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം കോമൺ എടുക്കാനുള്ളതാണ് അടുത്ത പരിപാടി. N1 ഈ കോമൺ എടുത്തോ. കോമൺ എടുക്കുമ്പോൾ 1 by V മൈനസ് 1 by U ഇസ് ഈക്വൽ ടു, ഇവിടെ കോമൺ എടുക്കാം. എങ്ങനെ കോമൺ എടുക്കും? കോമൺ എടുക്കണമെങ്കിൽ ഒരു പരിപാടി നമ്മളോട് ഒപ്പിച്ച് വെക്കാം. N2 മൈനസ് N1 by R1 പ്ലസിന് പകരം മൈനസ് കോമൺ എടുക്കുക. മൈനസ് കോമൺ എടുത്താൽ ഇവരുടെ സൈൻ തിരിയും. അപ്പൊ ഇതെന്താവും? N2 മൈനസ് N1 ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോ N2 മൈനസ് N1 കോമൺ എടുക്കാം. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഡിവൈഡ് ബൈ R. ഇവിടുന്ന് ഞാൻ ഈ കോമൺ എടുത്ത N2നെ അപ്പുറത്തേക്ക് പറഞ്ഞു വിടും. അപ്പൊ 1 by V മൈനസ് 1 by U ഇസ് ഈക്വൽ ടു N1. നമ്മൾ ഇവിടുന്ന് നമ്മൾ എന്ത് കോമൺ എടുക്കുന്നുണ്ട്? N2 മൈനസ് N1 കോമൺ എടുക്കുന്നുണ്ട്. അതിന്റെ അടിയിലോട്ട് ഈ N1 വന്ന് കയറും. ഓക്കെ, മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ബ്രാക്കറ്റിനകത്ത് ഇനി ബാക്കി ആരുണ്ട്? ഇവിടുന്ന് N2 മൈനസ് 1 പോയാൽ പിന്നെ ആരേ ഉള്ളൂ? 1 by R1 മൈനസ് 1 by R2. ഓക്കെ, 1 by R1 മൈനസ് 1 by R2. ഇനി നമുക്ക് ദാണ്ട് ഇത് ക്രോസ് ചെയ്ത് എഴുതാം. അപ്പൊ 1 by V മൈനസ് 1 by U ഇസ് ഈക്വൽ ടു N2 by N1 മൈനസ് N1 by N1 എന്ന് വെച്ചാൽ N2 by N1 മൈനസ് 1 എന്നാക്കാം. ഇതൊന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഡിനോമിനേറ്റർ കയറ്റാന്ന് പറയും. അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇൻറ്റു 1 by R1 മൈനസ് 1 by R2. നമ്മൾ ക്ലൈമാക്സിനോട് അടുത്തിരിക്കുകയാണ്. അപ്പൊ 1 by V മൈനസ് 1 by U ഇസ് ഈക്വൽ ടു N21 മൈനസ് 1 ഇൻറ്റു 1 by R1 മൈനസ് 1 by R2. ഇവിടെ വന്ന് നമ്മൾ സ്റ്റക്ക് ആവും. ഇക്വേഷൻ നമ്പർ നമ്മൾ നേരത്തെ ഇക്വേഷൻ 1, 2 എഴുതിയോണ്ട് ഇതിപ്പം അവിടെ നമ്മൾ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. അവിടെ നമ്മൾ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. എന്ത് കണ്ടീഷൻ അപ്ലൈ ചെയ്യണം? ഇമേജ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ലാബിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഫോക്കസിൽ കിട്ടും. ഇങ്ങനെ നമ്മൾ ലാബിലെ ടീച്ചർമാർ പറയാറുണ്ട് അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ സ്ക്രീനിൽ പിടിക്കുന്നത് എവിടെയാണ്? ഫോക്കസിലാണ് അല്ലെ, കറക്റ്റ് ഫോക്കസിലാണ്. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് അവിടെ കിട്ടും, ഫോക്കസിൽ കിട്ടും. അത് ഓർത്ത് വെച്ചേക്കുക. ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ എന്ന് വെച്ചാൽ അർത്ഥം യു ഇൻഫിനിറ്റി, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി. ഇമേജ് ഫോക്കസിൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വി, അതായത് വി ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? ഫോക്കസ് എഫ് കിട്ടും. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇതിൽ നടത്തുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 കിട്ടും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ള ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതുകയാണ്. 1 by F മൈനസ് 1 by ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു N21 മൈനസ് 1 ഇൻറ്റു 1 by R1 മൈനസ് 1 by R2. ഇതോടെ കഴിയാണ്. ഇനി നമ്മളെ ഫൈനൽ ഇക്വേഷൻ ആയി. ഇപ്പൊ നമുക്കറിയാം ഇക്വേഷൻ നമ്പർ 4 ആണ് നമുക്ക് ഈ കിട്ടിയതെന്ന് എടുക്കുക. ഓക്കെ, ഇക്വേഷൻ നമ്പർ 4. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ രണ്ട് ഇക്വേഷനിലും റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. N21 മൈനസ് 1 ഇൻറ്റു 1 by R1 മൈനസ് 1 by R2 തന്നെയാണ് രണ്ടിലും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് തിൻ ലെൻസ് ഫോർമുല കിട്ടും. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്താൽ തിൻ ലെൻസ് ഫോർമുല കിട്ടും. നമുക്കിവിടെ തിൻ ലെൻസ് ഫോർമുല ആവശ്യമില്ല. ഈ ഇക്വേഷന്റെ പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഈ ഇക്വേഷന്റെ പേര് എന്ന് പറയുമ്പോൾ ഈ 1 by ഇൻഫിനിറ്റി എന്നുള്ളത് മാറ്റി 1 by ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 വരും. ബാക്കിയുള്ള ഇക്വേഷൻ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 by F is equal to N21 minus 1 അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മൈനസ് 1 ഇൻറ്റു 1 by R1 മൈനസ് 1 by R2. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എന്തിനാണ് ഇതിന്റെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് വിളിക്കുന്നത്? ലെൻസ് ഉണ്ടാക്കുന്നവർക്ക് ഒരു പർട്ടിക്കുലർ ഫോക്കൽ ലെങ്തിനുള്ള ലെൻസ് ആയിരിക്കും ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശം. അങ്ങനത്തെ പർട്ടിക്കുലർ ഫോക്കസ് കിട്ടണമെങ്കിൽ എത്ര റേഡിയസ്, എത്ര വളവ്, ആ റേഡിയസ് എത്ര വരണം എന്ന് തീരുമാനിക്കാൻ പറ്റും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ലെൻസ് ഉണ്ടാക്കുന്നത്. ലെൻസ് മേടിക്കാൻ ചെല്ലുമ്പോഴും അവർ എത്ര ഫോക്കൽ ലെങ്തിന്റെ ലെൻസ് വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ലെൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആ റേഡിയസ് ഓഫ് കർവേച്ചർ അറിയാം.
ആ റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഫോക്കൽ ലെങ്ത് ഡിസൈഡ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് കിട്ടും എന്ന് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ലെൻസ് ഉണ്ടാക്കുന്നവരുടെ ഫോർമുല ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഈ രണ്ട് ഇക്വേഷൻസിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും 1/f is equal to 1/v minus 1/u. 1/f is equal to 1/v minus 1/u. ഇതിന്റെ പേരാണ് തിൻ ലെൻസ് ഫോർമുല. ഇത് രണ്ടും ഒരു ഡെറിവേഷൻ ആണ്, തിൻ ലെൻസ് ഫോർമുല. ഓക്കെ, തിൻ ലെൻസ് ഫോർമുല. അപ്പൊ തിൻ ലെൻസ് ഫോർമുലയുടെ ഡെറിവേഷൻ ആയാലും ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ ഡെറിവേഷൻ ആയാലും ഈ ഒറ്റ ഡെറിവേഷനെ നമുക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ബാക്കഡ്സ് നോക്കുക, സ്വന്തമായിട്ട് ഒരു വട്ടം ഡെറൈവ് ചെയ്ത് നോക്കുക, എവിടെ വെച്ച് തെറ്റുന്നോ അവിടെ വെച്ച് വെട്ടി ഒന്നേന്ന് വീണ്ടും ചെയ്ത് നോക്കുക. അങ്ങനെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ദർ ഇസ് നോ ഷോർട്ട് കട്ട്സ്. അപ്പൊ അതിന്റെ 33ാമത്തെ ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഡയമണ്ട് എത്ര എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഡയമണ്ട്. ക്രിട്ടിക്കൽ ആംഗിളിന്റെ ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു. ക്രിട്ടിക്കൽ ആംഗിളിനെ സംബന്ധിച്ചുള്ള ഇക്വേഷൻ സൈൻ ഇൻവേഴ്സ് 1/n ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? ക്രിട്ടിക്കൽ ആംഗിൾ കിട്ടും. ഓക്കെ, ഐ സി ക്രിട്ടിക്കൽ ആംഗിൾ കിട്ടും. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് 1/n ആണ്. n എന്ന് പറയുന്നത് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ആണ് ഇതൊക്കെ. എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. എയറിനും ഗ്ലാസിനും ഇടയ്ക്കാണ് വാട്ടർ എന്ന് ഓർത്തേക്കുക അല്ലെ, രണ്ടിനും ഇടയ്ക്കാണല്ലോ വാട്ടർ. അപ്പൊ അതുകൊണ്ട് 1.3 വരുമെന്ന് ഓർക്കുക. അതേപോലെ ഡയമണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.42. അപ്പൊ നമുക്ക് അവിടെ ഇട്ട് കൊടുക്കണം. അവിടെ ഒരു വാല്യൂ തന്നിട്ടില്ല, നമുക്കത് അറിയണം. അപ്പൊ ഇട്ട് കൊടുക്കുക സൈൻ ഇൻവേഴ്സ് 1/2.42. എല്ലാവരുടെയും കാൽക്കുലേറ്റർ ഉണ്ട്, കാൽക്കുലേറ്ററിലോട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് തന്നെയാണോ, സൈൻ ആയി പോകരുത്. സൈൻ ഇൻവേഴ്സ് 1/2.42 അടിക്കുക, നമുക്ക് ഏകദേശം 24.40 എന്ന് പറയുന്ന ഒരു ആംഗിളിലോട്ട് വന്നിരിക്കും. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഡയമണ്ട് എത്രയാണ്? 24.40. കമ്പാരിറ്റീവ്ലി ഇത് ഭയങ്കരമായിട്ട് കുറഞ്ഞ ഒരു ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അതുകൊണ്ടാണ് ഡയമണ്ടിനകത്തുള്ള ലൈറ്റ് റേ ട്രാപ്പ് ആയി പോകുന്നു പറയുന്നത്. അതിനകത്ത് കിടന്ന് തന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ക്രിട്ടിക്കൽ ആംഗിൾ ഇത്രയും ചെറുതാണ്. അപ്പം എങ്ങനെ വന്ന് വീണാലും ലൈറ്റ് അതിനകത്ത് തന്നെ കിടന്ന് ടോട്ടലി ഇന്റേണലി റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഡയമണ്ടിന് ഇത്രയും തിളക്ക മലയാളം കാണുന്നത്. ഓക്കെ, അപ്പൊ അവിടെ വരെ നിൽക്കട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ശുദ്ധമായ, ക്ലീൻ ആയിട്ടുള്ള, കാം ആയിട്ടുള്ള ഒരു മനസ്സാണ്. തെളിഞ്ഞ വെള്ളം പോലെ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എത്ര കാര്യങ്ങൾ വേണമെങ്കിലും പുതിയതായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഫോക്കസ് ഒരിടത്താണെങ്കിൽ നമുക്ക് വേറെ ഒരു ഷോർട്ട് കട്ടുകളുടെ ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റും. ഓർത്ത് വയ്ക്കാനും മറ്റൊക്കെ ഒരുപാട് കോഡുകളൊക്കെ യൂസ് ചെയ്ത് ഇപ്പൊ പഠിക്കുന്ന ഒരു കാലമാണ്. മറ്റു കോഡുകളും പാട്ട് പാടി പഠിക്കുന്നതൊക്കെ ഒരു കാലമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കാനായിട്ട് പറ്റുമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അങ്ങേയറ്റം മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ദൃശ്യം സിനിമയിൽ പറയുന്ന പോലെ ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്നത് പോലെ നമ്മുടെ മനസ്സിൽ വേറെ ഒന്നും പതിയില്ല. നമ്മൾ അതുകൊണ്ട് തന്നെ വിഷ്വൽ മെമ്മറി നല്ല രീതിയിൽ ഉപയോഗിക്കുക. വിഷ്വൽ മെമ്മറി നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കി എടുക്കുക. നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. എന്ത് കാര്യം പഠിക്കുമ്പോഴും അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ ആ സിറ്റുവേഷനിൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഫിനോമിനിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. In Young's double slit experiment, interference pattern is observed at 5 cm from the slits with a fringe width of 1 mm. Calculate the separation between the slits. Previously ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വേ ഓപ്റ്റിക്സിലെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്. നമുക്കിപ്പോൾ അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അതിലെ ഒരു മെയിൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. വേ ഓപ്റ്റിക്സിൽ നിങ്ങൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്, ഇന്റർഫറൻസിന്റെ ഡെഫിനിഷൻസ് ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. അതിനോടൊപ്പം ഫ്രിഞ്ച് വിഡ്ത്ത് അഥവാ പാറ്റേണിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. നമ്മൾ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ എഴുതുന്നതിന് മുമ്പായിട്ട് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ എഴുതി നോക്കണം. ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കി. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, ഇന്റർഫറൻസ് പാറ്റേൺ ഈസ് ഒബ്സർവ്ഡ് അറ്റ് 5 cm ഫ്രം സ്ലിറ്റ്സ്. സ്ലിറ്റ് നമ്മളപ്പോ ആ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ ഒരു റഫ് ഫിഗർ ഞാനിപ്പോ വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ രണ്ട് സ്ലിറ്റുകൾ S1 S2. ഇതിൽ നിന്നും റേസ് ഇങ്ങനെ പോയി അത് അവിടെ കമ്പൈൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് വൈറ്റ് എന്നുള്ള രീതിയിൽ പാറ്റേൺ ഉണ്ടാക്കും. ഓക്കെ, കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും കാരണം മാക്സിമം മിനിമസും ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇതുപോലൊരു പാറ്റേൺ കാണാൻ പറ്റുന്നത്. അപ്പോ രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് വൈറ്റ് തമ്മിലോ അല്ലെങ്കിൽ ബ്രൈറ്റ് തമ്മിലോ രണ്ട് ബ്ലാക്ക് തമ്മിലോ ഉള്ള ഡിസ്റ്റൻസിന്റെ പേരാണ് ബാൻഡ് വിഡ്ത്ത്. അതാണ് നമ്മുടെ ഈ ബീറ്റ. അത് നമ്മൾ ഇക്വേഷൻ ഒക്കെ ഇട്ട് കണ്ടുപിടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ലാംഡ ഡി ബൈ ഡി എന്ന് കിട്ടുന്നത്. നിങ്ങൾ ഈ ഡി മനസ്സിലാക്കി വെച്ചിരിക്കുക, ക്യാപിറ്റൽ ഡി മനസ്സിലാക്കുക. അത് നമ്മുടെ സ്ക്രീനും ഈ സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി. സ്ക്രീനും സോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി.
ഇവിടെ ഈ രണ്ട് സോഴ്സുകൾ തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ട്, അതാണ് ചെറിയ ഡി, സ്മോൾ ഡി. ഓക്കെ, പിന്നെ ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ലൈറ്റ് ഏതാണോ ആ ലൈറ്റിന് എന്തുണ്ടാവും, ഏത് ലൈറ്റിന് എന്തുണ്ടാവും, ഒരു വേവ് ലെങ്ത് ഉണ്ടാവും, പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ടാവും. ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ ഇക്വേഷൻ. അപ്പം ഈ ക്വസ്റ്റ്യനില് ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ ഡീറ്റെയിൽസ് ഞാൻ എഴുതി നോക്കുകയാണ് അല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്രിഞ്ച് ആൻഡ് സ്ലിറ്റ് ഈസ് 1 mm. അപ്പൊ അതെന്താണ് തന്നിരിക്കുന്നത്, ഇതിൽ ഏതാണ് ഈ 1 mm എന്ന് തന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാനുള്ളത്. ഒബ്സർവേറ്റ് 5 സെന്റിമീറ്റർ ആണ്, ബട്ട് 5 സെന്റിമീറ്റർ ആണ് നമ്മുടെ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഞാൻ ജസ്റ്റ് SI യൂണിറ്റിലേക്ക് മാറ്റാണ്. അപ്പൊ 5 × 10⁻⁻2 മീറ്റർ. എന്റെ ക്യാപിറ്റൽ ഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അടുത്തത് സ്ലിറ്റ് വിത്ത് ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് 1 mm. ഫ്രിഞ്ച് വിഡ്ത്ത് അതാണ് ഈ ബീറ്റ. ഈ ബീറ്റ തന്നിട്ടുണ്ട് 1 mm. ഞാൻ അതിനെ ഒന്ന് മാറ്റുകയാണ്, 1 × 10⁻³ മീറ്റർ. ഓക്കെ, ബീറ്റ ഉണ്ട്, ഡി ഉണ്ട്. ഇത് ചോദിച്ചിരിക്കുന്നത് എന്താ, ലാംഡ തന്നിട്ടുണ്ട്. ലാംഡ ഈസ് ഈക്വൽ ടു 5000 × 10⁻, നമുക്ക് ആംസ്ട്രോങ്ങിനെ മാറ്റിയെടുക്കാം, 10⁻⁻10 മീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ലാംഡയും ഉണ്ട്. എന്താണ് ചോദിച്ചിരിക്കുന്നത്, കാൽക്കുലേറ്റ്. ഇനി ഈ ഇക്വേഷനിൽ ഒരാളെ നമുക്ക് അറിഞ്ഞിടാതെ ഉള്ളൂ. ഇപ്പൊ ഇത് മൂന്നും നമ്മൾ എഴുതി. നാലാമത് ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ആണ്, സെപ്പറേഷൻ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കും, ഈ 4 ടേംസിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് ആ ഇക്വേഷൻ ആണ്, ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡി ബൈ ഡി. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റയ്ക്ക് പകരം 1 mm, 1 mm നെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1 × 10⁻³ ഈസ് ഈക്വൽ ടു ലാംഡ 5000 × 10⁻⁻10 ഇൻറ്റു ഡി, ഡിയുടെ വാല്യൂ 5 × 10⁻⁻2 ഡിവൈഡഡ് ബൈ കൊച്ചു ഡി. നമുക്ക് ഈ സ്മോൾ ഡി ആണ് വേണ്ടത്, അതിന് മുകളിൽ വട്ടെ, മറ്റേത് താഴെ പോട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് 5000 × 10⁻⁻10 into 5 into 10⁻⁻2 divided by 10⁻⁻3. 1 into 10⁻⁻3, 10⁻⁻3. നമ്മൾ അത് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഡി ഇസ് ഈക്വൽ ടു 2.5 into 10⁻⁻5 മീറ്റർ എന്ന് കിട്ടും. ഡി നിങ്ങൾ സോൾവ് ചെയ്ത് എടുത്താൽ മതി. കാൽക്കുലേറ്ററിൽ ജസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടെ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. തെറ്റാതെ കിട്ടിയാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലംസ് കണ്ട് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്. തന്നിട്ടുള്ള ഡീറ്റെയിൽസും കണ്ടുപിടിക്കേണ്ട ഡീറ്റെയിൽസും ചേർത്തൊന്ന് വായിച്ചു നോക്കുക. അത് ഇത്രയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്താണെന്ന് അറിയണം, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്താണെന്ന് അറിയണം. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലെ കെട്ടി കെട്ടി പൊങ്ങി പൊങ്ങി പോണതാണ് കൺസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഒരു വാക്കുമായിട്ട് തന്നെ കണക്ട് ചെയ്യുക. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ക്രസ്റ്റ്, ഒരു വേവിന്റെ ഉയർന്ന ഭാഗം, ഒരു ക്രസ്റ്റ്, ആ ക്രസ്റ്റ് മറ്റൊരു വേവിന്റെ ക്രസ്റ്റുമായിട്ട് ചേരുമ്പോൾ എന്തുണ്ടാവും, ഒരു വലിയ ക്രസ്റ്റ് ഉണ്ടാവും. ഒരു ചെറിയ കുന്നും കൂടെ ചേർന്ന് ഒരു വലിയ കുന്നുണ്ടാവും. ഇതിനെ കൺസ്ട്രക്റ്റീവ് എന്ന് പറയും. അപ്പൊ നമുക്ക് തോന്നും ഡിസ്ട്രക്റ്റീവ് എന്തായിരിക്കും, ഒരു ട്രഫും ചേർന്ന് ഒരു വലിയ ട്രഫ് ഉണ്ടാവുന്നു. ഇത് നമ്മളെ മനസ്സിൽ എന്തായിട്ട് വരും, ഡിസ്ട്രക്റ്റീവ് ആണെന്നൊരു ചിന്ത വരും. അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ ചേരുമ്പോൾ വലുതാകുക എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ആണ്. ചേരുമ്പോൾ വലുതാവുന്നത് എന്തായാലും നെഗറ്റീവും ചേർന്ന് വലിയ നെഗറ്റീവ് ആയാലും കൺസ്ട്രക്റ്റീവ് ആണ്. പോസിറ്റീവും ചേർന്ന് വലിയ പോസിറ്റീവ് ആവുന്നതും കൺസ്ട്രക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൺസ്ട്രക്റ്റീവ് ആണ്. അപ്പൊ നമുക്ക് കൺസ്ട്രക്റ്റീവിനെ എങ്ങനെ പറയാമെന്ന് ആലോചിച്ച് നോക്കിയേ. When two crusts or two troughs combines together to form a resultant maximum, then it is known as constructive interference. അപ്പൊ അതിന്റെ ഒരു കണ്ടീഷനും കൂടെ ഞാൻ പറഞ്ഞു തരാം, ഓർത്ത് വെച്ചിരിക്കുക. അവിടുത്തെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, n ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കണം. പാത്ത് ഡിഫറൻസ് n ലാംഡ. n ആരാണ്? n എന്ന് പറഞ്ഞ ഒരു ആർബിട്രറി നമ്പർ ആണ്. ലാംഡ ആരാണ്? വേവ് ലെങ്ത് ആണ്. അപ്പൊ n ലാംഡയ്ക്ക് വേവ് ലെങ്തിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസിനെ ഈക്വൽ ആയിരിക്കണം. പാത്ത് ഡിഫറൻസ് n ലാംഡയ്ക്ക് ഈക്വൽ ആയിരിക്കണം എന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി എന്താണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്? നശിച്ചു പോകുന്നത് എപ്പോഴാണ്? ഒരു ക്രസ്റ്റും ഒരു ട്രഫും ചേരുമ്പോഴാണ് എന്ത് പറ്റുന്നത്, നിരപ്പായി പോകും, അല്ലെ? ക്രസ്റ്റും ട്രഫും ചേർന്ന് കഴിഞ്ഞാൽ ഈ കുഴിയെ നികത്തിയതുപോലെ ആയി പോകും. അപ്പൊ അവിടെ ക്രസ്റ്റും ഇല്ലാതായി, ട്രഫും ഇല്ലാതായി. അപ്പൊ ഒന്നും ഇല്ലാതായി പോകുന്നതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്, ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത്. ഡിസ്ട്രക്റ്റീവ്, തകർക്കുക, അല്ലെ നശിപ്പിച്ച് കളയുക. അവിടുത്തെ പാത്ത് ഡിഫറൻസ് പഠിച്ചു വെച്ചിരിക്കുക. അവിടുത്തെ പാത്ത് ഡിഫറൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2n+1 λ/2 എന്നാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതാം. അവിടുത്തെ പാത്ത് ഡിഫറൻസ് ഈ ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്തായിരിക്കണം, 2n+1. എന്താണ് ഈ 2n+1? ഓഡ് മൾട്ടിപ്പിൾ ആണ്. ഓഡ് മൾട്ടിപ്പിൾ ഓഫ് λ/2 ആണ്. ഇതിനാണ് ആ ഡിസ്ട്രക്റ്റീവിന്. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ
2n+1 λ/2. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് പഠിക്കാം. പാത്ത് ഡിഫറൻസ് കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ എങ്ങനെ പഠിക്കാം? ഞാൻ ഇങ്ങനെ പറയും 2n λ/2. എന്താണ് ഈ 2n? ഈവൻ മൾട്ടിപ്പിൾ. അപ്പൊ ഇത് ഇങ്ങനെയും പഠിക്കാം. 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് n λ കിട്ടും. പഠിക്കാൻ എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. കൺസ്ട്രക്റ്റീവ് ആണെങ്കിൽ ഈവൻ മൾട്ടിപ്പിൾ ആണ്. ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ ഓഡ് മൾട്ടിപ്പിൾ ആണ്. ആരുടെ? λ/2ന്റെ. അപ്പൊ ഡിസ്ട്രക്റ്റീവ് വന്നാൽ നമ്മൾ ഇതെങ്ങനെ തിരിഞ്ഞു പോകാതിരിക്കും എന്ന് വെച്ചാൽ ഡിസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നശിച്ചു പോകലാണ്. നശിച്ചു പോയാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ പോകും? രക്ഷപ്പെടും. ഓടി രക്ഷപ്പെടും. നശിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഓടി രക്ഷപ്പെടും. ഓടി. അപ്പൊ ഡിസ്ട്രക്റ്റീവ് ഓഡ് മൾട്ടിപ്പിൾ ആണ്. ആരുടെ? λ/2ന്റെ. അപ്പോ കൺസ്ട്രക്റ്റീവ് ഓട്ടോമാറ്റിക് ആയിട്ട് ഈവൻ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് നമുക്ക് ഓർമ്മ വരും. അപ്പൊ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിന്റെ പാത്ത് ഡിഫറൻസ് 2n λ/2. അങ്ങനെ 2 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? n λ എന്ന് എഴുതാം. ഓക്കെ. ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് 2n+1 λ/2. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എ സിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൾട്ടർനേറ്റിംഗ് കറൻസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. LCR എന്ന് പറയുന്ന സർക്യൂട്ട്, അതായത് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ എന്ന് പറയുന്ന 3 ഡിവൈസും കണക്ട് ചെയ്തിട്ടുള്ള ഒരു AC സർക്യൂട്ട്, സീരീസ് കണക്ഷനിൽ കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട്. ഈ സർക്യൂട്ടിന്റെ ഫേസർ ഡയഗ്രാം യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? ഇംപിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഈ സംഭവങ്ങളൊക്കെ എന്ന് നമുക്കൊന്ന് അറിയണം. ഓക്കെ. അപ്പൊ ഞാൻ ഒരു ഇൻഡക്ടർ വരയ്ക്കുന്നു. ഇവനാണ് ഇൻഡക്ടർ L, കപ്പാസിറ്റർ, റെസിസ്റ്റർ. ഓക്കെ. 3 ഡിവൈസ് ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവന്മാരെ ഒരു AC-യിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻഡക്ടറിന്റെ പ്രത്യേകത എന്താണ്? അവന് ഇൻഡക്റ്റൻസ് ഉണ്ട്, L ഉണ്ട്. കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്താണ്? അവന് കപ്പാസിറ്റൻസ് ഉണ്ട്, C ഉണ്ട്. റെസിസ്റ്ററിന്റെ പ്രത്യേകത അവന് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്റെ നമ്മളിതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. നിങ്ങൾ ഇതിന്റെ ഫേസർ ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. നമ്മൾ വീഡിയോയുടെ തുടക്ക ഭാഗങ്ങളിലെ ക്വസ്റ്റ്യനിൽ ലീഡ് ചെയ്യും, ലാഗ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനിപ്പോ ഫിക്സഡ് ആക്കി നിർത്താൻ പോകുന്നത് കറണ്ടിനെയാണ്. ഓക്കെ. I0 കറണ്ട്. കാരണം സീരീസ് സർക്യൂട്ട് ആണ്. സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ കറണ്ട് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഒറ്റ സ്ഥലത്ത് തന്നെ നിൽക്കും. അപ്പൊ കറണ്ട് സെയിം ആണ്. സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്. അപ്പൊ കറണ്ട് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. പകരം എന്തുണ്ട്? കുറച്ചുകൂടെ മുകളിൽ ആരുണ്ടാവും? റെസിസ്റ്റർ VR. റെസിസ്റ്ററിലെ ഉള്ള വോൾട്ടേജ് VR എന്ന് ഞാൻ മാർക്ക് ചെയ്യാണ്. റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് ഉണ്ട്. അപ്പൊ ഇത് ഇൻ ഫേസ് ആണ്. റെസിസ്റ്ററിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെ നമുക്കറിയാം കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അല്ലേ, ലീഡ് ചെയ്യാൻ കപ്പാസിറ്റർ ഉള്ളവൻ ലീഡർ ആവും എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ലീഡ് ചെയ്യും. ആര് ലീഡ് ചെയ്യും? കറണ്ട് ലീഡ് ചെയ്യും. കറണ്ട് ലീഡ് ചെയ്യുന്നെങ്കിൽ പുറകെ ആരുണ്ടാവും? 90 ഡിഗ്രി പുറകെ വോൾട്ടേജ് ഓഫ് ദ കപ്പാസിറ്റർ ഉണ്ടാവും. സോറി, വോൾട്ടേജിന്റെ അല്ല, ഇൻഡക്ടറിന്റെ VL. ഓക്കെ. VC തന്നെയാണ്. അപ്പം VC കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് പുറകെ നിൽക്കും. കറണ്ട് മുമ്പേ ഓടും. ഇപ്പൊ കപ്പാസിറ്ററിന്റെ വോൾട്ടേജിനെ നോക്കുമ്പോൾ കറണ്ട് മുമ്പേ ഓടി. കണ്ടീഷൻ കറക്റ്റ് ആയി. ഇനി അടുത്ത എന്താണ്? ഇൻഡക്ടർ ആണ്. ഇൻഡക്ടറിന് വോൾട്ടേജ് ആണ് മുമ്പേ പോകുന്നത്, അല്ലെ? ഇൻഡക്ടറിൽ ലാഗിങ് സർക്യൂട്ട് ആണ്. അപ്പൊ കറണ്ട് ഇവനെ വെച്ച് നോക്കിയാൽ പുറകെ പോകണം. അപ്പൊ ഇവനാണ് മുമ്പേ പോകേണ്ടത്, VL. ഓക്കെ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് VL, V0 ഇതൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. രണ്ട് വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ വലുത് ഏതാണോ ആ ഡയറക്ഷനിലോട്ടായിരിക്കും റിസൾട്ടന്റ് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഈ രണ്ട് വെക്ടറുകൾ റിസൾട്ടന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ. ഇങ്ങോട്ടൊരു 5 ന്യൂട്ടൺ, ഇങ്ങോട്ടൊരു 3 ന്യൂട്ടൺ. ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ഈ 5ന്റെ സൈഡിലോട്ടായിരിക്കും ഇതിന് കൂടുതൽ മൂവ്മെന്റ്, കാരണം അതാണ് വലുത്. എത്ര ന്യൂട്ടന്റെ ഫോഴ്സ് ഉണ്ടാവും? 5ൽ നിന്ന് 3 ഇടത്തോട്ട് പോയി. -3 + 5, അതായത് ഇവിടെ 2 ന്യൂട്ടൺ വലത്തോട്ടുണ്ടാവും. ഇത് നമ്മൾ എങ്ങനെ എടുത്തോ അതേപോലെ ഇവിടെ എടുക്കുക. പക്ഷെ ഇവിടെ ആരാണ് വലുതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഫോർ ഇൻസ്റ്റൻസ് ഞാൻ എടുക്കുകയാണ്, ഞാൻ അസ്യൂം ചെയ്യാണ് കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ആണ് വലുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ റിസൾട്ടന്റ് എങ്ങനെ ഇരിക്കുക? ഞാൻ നേരത്തെ വരച്ചനുസരിച്ചാണെങ്കിൽ ഇത് VC - VL എന്നാവും. ഓക്കെ. VC - VL. ഇപ്പൊ നമുക്കിവിടെ പാരലലോഗ്രാം ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ രണ്ട് വെക്ടർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ പാരലലോഗ്രാം ലോ എന്ന് പറയുന്നത് നമ്മൾ +1 പഠിക്കുന്നതാണ്. വെക്ടർ അഡിഷന് വേണ്ടി പഠിക്കുന്നതാണ്. നമുക്ക് ഈ രണ്ട് വെക്ടറുകളെയും ജസ്റ്റ് ഒന്ന് പാരലൽ ആയിട്ട് എടുത്ത് മാറ്റി വരച്ച് ഇതിനെ ഇങ്ങോട്ടും മാറ്റി വരച്ചാൽ ഇവിടെ ഒരു പാരലലോഗ്രാം കിട്ടും. ഈ പാരലലോഗ്രാമിന്റെ ഡയഗണൽ ആയിരിക്കും ഇവരുടെ റിസൾട്ടന്റ് എന്ന് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. റിസൾട്ടന്റ്, അല്ലെ? റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതാണ് റിസൾട്ടന്റ് വോൾട്ടേജ്. അപ്പൊ രണ്ട് വോൾട്ടേജ് ഉണ്ട് അവിടെ. ഒന്ന് റെസിസ്റ്റർ കാരണമുള്ളത്, രണ്ട് കപ്പാസിറ്ററും ഇൻഡക്ടറും കാരണമുള്ളതിന്റെ റിസൾട്ടന്റ്. ഇനി അടുത്ത മെയിൻ വോൾട്ടേജ്, LCR സർക്യൂട്ടിലെ മെയിൻ വോൾട്ടേജ്, റിസൾട്ടന്റ് വോൾട്ടേജ് ഇതിന്റെ ഡയഗണൽ ആയിരിക്കും. അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് പാരലലോഗ്രാം ലോയിലെ ബൈ പാരലലോഗ്രാം ലോ നമുക്കറിയാം റിസൾട്ടന്റ് എന്താണ്? √(a² + b² + 2ab cos θ).
ഇവിടെ നമ്മുടെ 90 ഡിഗ്രി ആണ്. അപ്പോ കോസ് തീറ്റ എന്ന് പറയുന്നത് അവിടെ പോകും. കോസ് തീറ്റ എന്ന് പറയുന്നത് 0 ആയി പോകും. കോസ് 90 ആണ് വരുന്നത്, അത് 0 ആയി പോകും. പിന്നെ ആരേ ഉള്ളൂ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റയില് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മാത്രമേ ഉള്ളൂ. കോസ് തീറ്റ പോയി, 90 ഡിഗ്രി ആയതുകൊണ്ട് പോയി. ഇവിടെ ഇപ്പൊ നമ്മുടെ എ സ്ക്വയർ എന്ന് പറയുന്നത് ആരായിട്ട് വരും? ഇതാ ഇവിടുത്തെ ഈ ഏതാണ് ഒരു വെക്ടർ വി ആർ. അപ്പൊ ഞാൻ വി ആറിന്റെ സ്ക്വയർ എടുത്തു. രണ്ടാമത്തെ വെക്ടർ ഏതാണ്? വി സി മൈനസ് വി എൽ. അപ്പൊ അതിന്റെ സ്ക്വയർ എന്നും കിട്ടും. ഇതാണ് റിസൾട്ടന്റ് വോൾട്ടേജ്. റിസൾട്ടന്റ് വോൾട്ടേജിന് ഞാൻ ജസ്റ്റ് വി എന്ന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ തുടക്കം, ഡെറിവേഷന്റെ തുടക്കം. അപ്പം വി എന്ന് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് വോൾട്ടേജിനെ നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുക. ഒരു സ്ഥലത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ പോണ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. എന്താണ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? നമ്മൾ എപ്പോ പഠിക്കുമ്പോഴും ഓർത്ത് വെച്ചേക്കുക, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ ഡിവൈസിൽ കൂടെ പോണ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഈ ഓരോ വോൾട്ടേജുകളെയും മാറ്റാം. എല്ലാ സ്ഥലത്തും പോണത് ഒരേ കറണ്ട് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു LCR സർക്യൂട്ട് ആണ്, സീരീസ് സർക്യൂട്ട് ആണ്, കറണ്ട് സെയിം ആണ്. അപ്പൊ എല്ലാവർക്കും എന്ത് തന്നെയാ? കറണ്ട് സെയിം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കറണ്ടിനെ എങ്ങനെ മാർക്ക് ചെയ്യാം? I0 ഇൻറ്റു വി. ഈ വി എങ്ങനെ എഴുതാം? വി ആറിനെ എങ്ങനെ എഴുതാം? I ഇൻറ്റു ആർ. നമ്മൾ പറഞ്ഞു ഒരു സ്ഥലത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറണ്ട് ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ്. വി ആർ എന്ന് പറയുമ്പോൾ റെസിസ്റ്ററിലാണ്, അവിടുത്തെ റെസിസ്റ്റൻസ് R ആണ്. ദ ഹോൾ സ്ക്വയർ പ്ലസ് വി സി. അപ്പൊ എങ്ങനെ മാറും? വി സി അവിടുത്തെ കറണ്ട് സെയിം I തന്നെ, പക്ഷെ അവിടുത്തെ റെസിസ്റ്റൻസ്, കപ്പാസിറ്ററിലെ റെസിസ്റ്റൻസിന് വേറൊരു പേരുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട്, ഡെഫിനിഷനെ പഠിച്ചു വെച്ചേക്കാൻ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ? കൈ സി മൈനസ് വീണ്ടും ഇൻഡക്ടറിലെ വോൾട്ടേജ്. ഇൻഡക്ടറിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ റെസിസ്റ്റൻസ് ഇൻറ്റു അതിൽ കൂടെ പോണ കറണ്ട്. കറണ്ട് എപ്പോഴും I തന്നെയാണ്, പക്ഷെ അവിടുത്തെ റെസിസ്റ്റൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്, കൈ എൽ. പഠിച്ചു വെച്ചേക്കുക. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെയും കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെയും ഡെഫിനിഷൻ പഠിക്കുക, യൂണിറ്റും പഠിച്ചു വെച്ചേക്കുക. രണ്ടുപേരും റെസിസ്റ്റൻസ് തന്നെയാണ്, അതിന്റെ രണ്ടിന്റെയും യൂണിറ്റ് ഓം ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൈസി ഒന്ന് ഓർമ്മിപ്പിക്കാം. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൈസിയുടെ ഇക്വേഷൻ 1/C ഒമേഗയാണ്. വേർ C is capacitance in farad and omega is angular frequency in radians per second. Angular velocity എന്ന് നമ്മൾ പറയാറുണ്ട്. L is equal to L ഒമേഗ. അതെന്താണ് സംഭവം? L ഇൻഡക്ടൻസ് ഇൻ ഹെൻറി. ഇൻഡക്ടൻസിന്റെ SI യൂണിറ്റ് ഹെൻറി ആണ്. ഒമേഗ എന്ന് പറയുന്നത് അവിടെയും ആംഗുലർ ഫ്രീക്വൻസി, ആംഗുലർ വെലോസിറ്റി, റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. നിങ്ങൾ ഓർക്കുക, എല്ലാത്തിനകത്തും ആരുണ്ട്? I ഉണ്ട്. എല്ലാ ടേംസിലും I ഉണ്ട്. ആ ഐക്ക് സ്ക്വയറും ഉണ്ട്. ആ I സ്ക്വയറിനെ ഞാൻ ഈ റൂട്ടിന് പുറത്തെടുക്കുകയാണ്. പുറത്തെടുത്താൽ അത് I ആയിട്ട് പുറത്തിറങ്ങും. ബാക്കി റൂട്ട് ഓഫ് ഇവിടെ പിന്നെ ആരേ ബാക്കിയുള്ളൂ? R സ്ക്വയറേ ബാക്കിയുള്ളൂ. പ്ലസ് ഇവിടെ പിന്നെ ആരേ ബാക്കിയുള്ളൂ? കൈ സിയെ ബാക്കിയുള്ളൂ. ഇവിടെ ആരേ ബാക്കിയുള്ളൂ? കൈ എൽ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ആരുണ്ട്? വോൾട്ടേജ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ I ഇങ്ങനെ താഴെ കൊണ്ടുവരാണ്. V/I is equal to root of R square plus കൈ സി മൈനസ് കൈ എൽ ദ ഹോൾ സ്ക്വയർ. ഇതിപ്പോ കൈ എൽ മൈനസ് കൈ സി എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ കിട്ടും. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം സ്ക്വയർ ഉള്ളതുകൊണ്ട് ആരെ തമ്മിൽ കുറച്ചാലും പ്രശ്നമില്ല, അത് പോസിറ്റീവ് ആയിക്കോളും. ഇനി നോക്കിയേ, വോൾട്ടേജ് ബൈ കറണ്ട്. വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് എവിടെ വന്നാലും അത് എന്തായിട്ട് മാറും? റെസിസ്റ്റൻസ് ആണ്. പക്ഷേ LCR സർക്യൂട്ടില് ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും റെസിസ്റ്ററിന്റെയും കൂടെ ചേർന്നുള്ള റെസിസ്റ്ററിന്റെ പേരാണ്, റെസിസ്റ്റൻസിന്റെ പേരാണ് ഇംപിഡൻസ്. ഓക്കെ, ഇംപിഡൻസ്. ആ ഇംപിഡൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് Z. ഓക്കെ, ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ആയി R സ്ക്വയർ പ്ലസ് കൈ സി മൈനസ് കൈ എൽ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് വേണ്ട ഫൈനൽ ഇക്വേഷൻ. ഡെറിവേഷൻ ഇത്രയേ ഉള്ളൂ, പഠിച്ചെടുക്കുക. വീഡിയോ ഒന്നുകൂടെ ഒന്ന് ബാക്ക് ചെയ്ത് നിങ്ങൾ കാണുക. ഞാൻ വീണ്ടും പറയുന്നില്ല, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ബാക്ക് ചെയ്ത് കാണുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, ഒരുപാട് പോയിന്റ്സ് ഇതിലുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ പാർട്ട് 2ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 35, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ഇംപിഡൻസ് ഡെറൈവ് ചെയ്തെടുത്തിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടീഷൻ ഫോർ റെസൊണൻസ് എന്നാണ്. അപ്പൊ റെസൊണൻസിനെ പറ്റി കുറച്ചധികം കാര്യങ്ങൾ, കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടി ഞാൻ പറയാണ്. റെസൊണൻസിനെ പറ്റി പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. ഒന്ന്, നമ്മൾ പറഞ്ഞ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും തമ്മിൽ ഈക്വൽ ആകുമ്പോഴാണ് എന്തുണ്ടാവുന്ന? റെസൊണൻസ് ഉണ്ടാവുന്നത്, അല്ലെ? കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ആകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വാട്ട് ഇസ് കണ്ടീഷൻ ഫോർ റെസൊണൻസ് എന്ന് വെച്ചാൽ ഇതാണ് എഴുതേണ്ടത്. കൈ സി കൈ എൽ ഈക്വൽ ആവും, അല്ലെങ്കിൽ നമ്മൾ വാക്കാലെ എഴുതാനുള്ളത് നമ്മുടെ ആൻസർ കീഴിലുണ്ട്. അപ്പോൾ ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ബിക്കംസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ദെൻ ആ LCR സർക്യൂട്ടിൽ അപ്ലൈ ആവുന്ന കണ്ടീഷന്റെ പേരാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ആ സമയത്ത് ഇംപിഡൻസ് എടുക്കാൻ നോക്കിയാൽ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് ഇവർ ഈക്വൽ ആയതുകൊണ്ട് അവരുടെ ഡിഫറൻസ് 0 ആയി പോകും. കൈ എൽ മൈനസ് കൈ സി ദ ഹോൾ സ്ക്വയർ എന്നാണ്, അല്ലെങ്കിൽ കൈ സി മൈനസ് കൈ എൽ ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ ഈക്വൽ ആയിട്ടുള്ളത് കൊണ്ട് അതങ്ങ് 0 ആയി പോകും. ബാക്കി എന്ത് വരും? Z is equal to റൂട്ട് ഓഫ് R സ്ക്വയർ എന്ന് വരും. Z is equal to R എന്ന് നമുക്ക് കിട്ടും.
ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് റെസൊണൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി എന്ന് ചോദിച്ചാൽ അവിടെ ഇസഡ് ഇമ്പിഡൻസ് ആറിന് ഈക്വൽ ആവും. ഒന്നാമത്തെ പോയിന്റ്, ഇസഡ് ഇമ്പിഡൻസ് വിൽ ബിക്കം ഈക്വൽ ടു പ്യുവർ റെസിസ്റ്റൻസ്. അതൊരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ആ സമയത്ത് ഇസഡ് അഥവാ റെസിസ്റ്റൻസ് മിനിമം ആയിരിക്കും. മിനിമം. നേരത്തെ കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറിന്റെയും കൂടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത്രയും തടസ്സവും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവരുടെ റെസിസ്റ്റൻസ് ക്യാൻസൽ ആയി പോയി. അപ്പൊ ഇനി ആരേ ഉള്ളൂ? റെസിസ്റ്ററിന്റെ മാത്രം തടസ്സമേ ഉള്ളൂ. റെസിസ്റ്റൻസ് മിനിമം ആവും, തടസ്സം മിനിമം ആവും. അതുകൊണ്ട് തന്നെ ആര് മാക്സിമം ആവും? ഒഴുക്ക്. നമ്മൾ ഒഴുക്ക് എന്ന് പറയുന്നത് ആരെയാണ്? കറണ്ട്. കറണ്ട് എന്താവും? മാക്സിമം ആവും. തടസ്സം കൂടുന്തോറും ഒഴുക്ക് കുറയും. ഒഴുക്ക് കുറയുമ്പോൾ കറണ്ട് കുറയും. തടസ്സം കുറയുന്തോറും ഒഴുക്ക് കൂടാൻ തുടങ്ങും. ഒഴുക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറണ്ട്. ഓക്കെ, ബാക്കി തന്നെ ഉണ്ട്. ഒഴുക്ക് എന്ന് പറയുന്നത് കറണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പ്ലസ് റെസൊണൻസ് ഫ്രീക്വൻസി ചിലപ്പോഴൊക്കെ ഡെറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. റെസൊണൻസ് ഫ്രീക്വൻസി, റെസൊണൻസ് സമയത്ത് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ സിമ്പിൾ ആണ്. ഇവനെ ഇനി പൊക്കുക. Chi c is equal to chi L. Chi c യുടെ ഇക്വേഷൻ 1/c omega. Chi L is equal to L omega. അത് രണ്ടും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒമേഗ സ്ക്വയർ, ഈ ഒമേഗ നമുക്ക് മുകളിൽ കൊണ്ടുപോകാം, എൽ ഇനി താഴെ കൊണ്ടുവരാം. അപ്പോൾ 1/LC is equal to omega square. 1/LC is equal to omega square. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒമേഗ is equal to നമുക്ക് എന്ത് കിട്ടും? ഒമേഗ is equal to 2ന്റെ റൂട്ട് എടുക്കുക. റൂട്ട് 1 റൂട്ട് തന്നെയാണ്. LCയുടെ റൂട്ട് എടുത്താൽ ജസ്റ്റ് 1/√LC എന്ന് കിട്ടും. ഓക്കെ, ഇത് വെച്ച് നമുക്ക് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ കിട്ടിയത് ഫ്രീക്വൻസി അല്ല, ഒമേഗയുടെ യൂണിറ്റ് ഫ്രീക്വൻസി ഹെർട്സ് അല്ല. ഹെർട്സ് എന്ന യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒമേഗയാണെന്ന് ഉറപ്പിച്ചോണം. പ്രോബ്ലം തരുമ്പോൾ ശ്രദ്ധിക്കണം. ഹെർട്സ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒമേഗ അല്ല, അത് ഫ്രീക്വൻസിയാണ്. റേഡിയൻസ് പെർ സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഒമേഗയാണ്. റേഡിയൻസ് പെർ സെക്കൻഡ് ആണ് ഒമേഗയുടെ യൂണിറ്റ്. അത് മറക്കാതിരിക്കുക, തിരിഞ്ഞു പോകരുത്. ഇനി ഇത് വെച്ച് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഒരു 1/2π ഫ്രണ്ടിൽ ചേർത്ത് കൊടുത്താൽ മതി. 1/2π√LC, അത്രയും ഹെർട്സ്. ഇതാണ് ഫ്രീക്വൻസി. റെസൊണൻസ് ടൈമിലുള്ള ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ആണ് 1/2π√LC. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. Obtain equation for minimum deviation for small angled prism from equation of refraction through prism. Show graphically variation of angle of deviation with angle of incidence. If refractive index of the material of the prism is 1.49, calculate its critical angle. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിസത്തിന്റെ ഇക്വേഷൻ എഴുതുക. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പ്രിസത്തിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതാ. അപ്പോൾ ആ ഇക്വേഷൻ നോക്കുക. ആ ഇക്വേഷൻ എന്താണ്? സൈൻ ആംഗിൾ a+dn/2 ബൈ സൈൻ ആംഗിൾ a/2. ഇതിപ്പോ തീരുന്നുണ്ട 3 സ്റ്റെപ്പിലേക്ക് തീരുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം n21. ഓക്കെ, എന്തെന്ന് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു അപ്രോക്സിമേഷൻ ചെയ്യുക. നമ്മൾ ഒരു ഉൾട്ട പുൾട്ട പരിപാടി ചെയ്യുകയാണ്. സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ വെൻ, എപ്പോഴാണ് തീറ്റ ഈസ് സ്മോൾ. ഈ തീറ്റ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ എന്ന് എഴുതാം. സൈൻ തീറ്റ എന്ന് എഴുതാമെങ്കിൽ സൈൻ ദിസ് തിങ്ങിനെ എന്തെന്ന് എഴുതാം? ദിസ് തിങ് എന്ന് തന്നെ എഴുതാം. ആ സാധനം തന്നെ എഴുതാം. എന്താണത്? ആംഗിൾ a+dn/2 ബൈ താഴെയോ അതുപോലെ ആംഗിൾ a/2. സൈൻ്റെ അപ്രോക്സിമേഷൻ ചെയ്ത് കഴിഞ്ഞു. ഒരു ടൈപ്പാണ്, അത് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തു. ഇസ് ഈക്വൽ ടു n21. നമുക്ക് 2 കട്ടാവും. ബാക്കി ആംഗിൾ a+dn ആംഗിൾ i is equal to n21. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അത് നമുക്ക് മിനിമം ഡീവിയേഷൻ ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ സൈഡ് ആര് മാത്രം മതി? dm മാത്രം മതി. അപ്പൊ ബാക്കി എല്ലാവരും അപ്പുറത്ത് കൊണ്ടുപോകണതാണ് സ്റ്റെപ്പ്. ഇത്ര ഉള്ളു പഠിക്കാൻ. അവിടെ ബാക്കി നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈ a മുകളിൽ പോട്ടെ. അപ്പോ ആംഗിൾ a+dm is equal to n21 into ആംഗിൾ a. നമുക്ക് ആംഗിളെയും വെട്ടാമോ? അങ്ങനെ വെട്ടാൻ പാടില്ല. അങ്ങനെ വെട്ടാമോ എന്നുള്ള ഡൗട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ട്. അത് ഓർക്കുക, അങ്ങനെ വെട്ടാൻ പറ്റില്ല. കാരണം ഇവിടെ അഡിഷനും ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ആണ്. അങ്ങനെ പറ്റില്ല. ഇൻ കേസ് ഇവിടെയും a ഇൻറ്റു dm എന്നായിരുന്നെങ്കിൽ നമുക്ക് വെട്ടായിരുന്നു. പ്ലസ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ആംഗിളെ എവിടെ കളയുക? നേരെ അപ്പുറത്തോട്ട് കൊണ്ട് കളയാം. അപ്പം പ്ലസ് ആയിട്ടുള്ളത് മൈനസ് ആയിട്ട് മാറും. dm is equal to n21 ആംഗിൾ a മൈനസ് ആംഗിൾ a എന്നുള്ളത് കിട്ടും. അവിടെ നമ്മൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആംഗിൾ a മൈനസ് ആംഗിൾ a 0 ആണെന്ന് വിചാരിച്ചു കളയരുത്. അവിടുന്ന് ഒരു ആംഗിളെ നമ്മൾ കോമൺ എടുക്കുക. കഴിഞ്ഞു. ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? n21 മൈനസ് 1. അടുത്ത മിനിമം ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു ആംഗിൾ ഇൻറ്റു n21 മൈനസ് 1. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഡെറിവേഷൻ ആണ്. പ്രിസത്തിന്റെ കണ്ടിന്യൂഷനിൽ വരുന്ന ഒരു ഡെറിവേഷൻ ആണ്. തീർച്ചയായിട്ടും പഠിക്കാതെ പോകരുത്. കണ്ടിന്യൂസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ.